ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷൻ ആരംഭിക്കുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് സൂരജ് സാറാണ്. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സാർ, ഏതായാലും ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് കൺസേൺസ് നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടത് താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്, ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന താരിഫ് എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിനയായിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് വേണം പറയാനായിട്ട്. 25% എന്നുള്ളൊരു രീതിയിലേക്ക് താരിഫിൻ്റെ ഒരു ഇമ്പോസ് ചെയ്തിരിക്കുകയാണ്. അവിടം കൊണ്ട് തീരുന്നില്ല, റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നതിന് പെനാൽറ്റി താരിഫ് കൂടി ചുമത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എഗെയിൻ നമ്മൾ അമേരിക്കയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡാറ്റകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിലനിൽക്കുന്നത് ഫെഡ് റിസർവിൻ്റെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ തന്നെയാണ്. അതിലൊരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു. അവിടെയും കൺസേൺ ആയിട്ട് ജെറോം പവൽ പറയുന്നത് ഈ താരിഫ് തന്നെയാണ്. ഒരുപക്ഷെ താരിഫിൻ്റെ അനിശ്ചിതാവസ്ഥകൾ ഇല്ലായിരുന്നുവെങ്കിൽ റേറ്റ് കട്ടിലേക്ക് നീങ്ങുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു റിപ്പോർട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വന്നിരിക്കുന്നത്. സൂരജ് സാർ, നമ്മൾ ഈ ഒരു മറ്റ് രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി സൗത്ത് കൊറിയയ്ക്ക് 15%, ബ്രസീലിന് 40% താരിഫ് വന്നിരിക്കുന്നു. ഇന്ത്യ വളരെ അറ്റ് ലാസ്റ്റ് വരെ വളരെ ഹാർഡായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷേ അതിനപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്കൊരു നെഗോസിയേഷൻ പോയിന്റ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ താരിഫിന്മേൽ. ഈ ഒരു നെഗോസിയേഷൻ പോയിന്റിൻ്റെ ചാൻസ് എത്രമാത്രമാണ്? ജാസ്മിൻ, ഇതിനകത്ത് ഈ ഗെയിം തിയറി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കേസ് സ്റ്റഡിയാണ് ഇപ്പോൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഗെയിം തിയറി എന്ന് പറയുന്നത് ഈ സ്റ്റഡി ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ആണ്. അതായത് ആ ഡിസിഷൻ മേക്കിംഗ് എങ്ങനെയാണ്, അതായത് ഒപ്പോണന്റിനെ പ്രഷറൈസ് ചെയ്ത് ഒപ്പോണന്റിന്റെ അടുത്ത മൂവ് എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കി ഒരു പടി മുന്നേ എറിഞ്ഞ് കോർണർ ചെയ്ത് അവർക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് ആക്കി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ആ ട്രംപിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ഈ കാണുന്നതെന്നുള്ളതാണ്. അതിൽ ഇന്ത്യ വീഴുവോ ഇല്ലേ എന്നുള്ളത് മാത്രമേ ചോദ്യമുള്ളൂ. കാര്യം ചില മറ്റുള്ള രാജ്യങ്ങൾ വീണു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണെന്നുള്ളത്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. ഈ പറയുന്ന പോലെ ആദ്യം തന്നെ ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന ആ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ ഈ ഗെയിം തിയറിക്ക് വേണ്ടി യൂസ് ചെയ്തൊരു സാധനമാണ്. എക്സ് മാത്രമല്ല, കാര്യം എക്സിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്കൊരിക്കലും ഇലോൺ മസ്കിനെ ചീത്ത പറയാനും ഒക്കില്ല. അപ്പോൾ ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞൊരു പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അത് രൂപീകരിച്ച് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഹാൻഡിലേഴ്സ് വഴി ട്രംപിന് ഇതാണ് ഇഷ്ടം, പ്രസിഡന്റിന് അതാണ് ഇഷ്ടം, പ്രസിഡന്റ് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ആദ്യമേ ഒരു നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യും. ആ നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് പല ഫിഗറും എടുത്തിട്ട് നമ്മളെ ബാക്ക് ഫുട്ടിലാക്കി അദ്ദേഹം പറയുന്ന സ്ഥലത്തേക്ക് നമ്മളെ നെഗോസിയേഷൻ കൊണ്ടുവരുന്ന ഒരു ആർട്ടാണ് ഈ ഗെയിം തിയറി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന്റെ ആർട്ടാണ്. അദ്ദേഹം ഇതാണ് പറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെ ഇതിനെ കാണുമെന്നുള്ള ഇപ്പം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം. ഇപ്പൊ ഇന്ത്യക്ക് മേൽ 25% ടാരിഫ് വെച്ചതും അതിന്റെ മുകളിൽ പെനൽറ്റി എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഫിഗർ പോലും വെക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഇന്ത്യയിൽ പാർലമെന്റ് സെഷൻ ഉള്ളതുകൊണ്ടാണ്. ഈ ഇന്ത്യൻ പാർലമെന്റ് സെഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ട്രംപ് ഈ വക സംസാരിച്ചത്. പാർലമെന്റ് തുടങ്ങുന്നതിന് മുമ്പേ ഇന്ത്യക്കെതിരെ യാതൊരു രീതിയിലുള്ള എതിരഭിപ്രായവും ട്രംപിന്റെ ഭാഗത്തു നിന്നില്ലായിരുന്നു. ട്രംപ് പറഞ്ഞ എന്താ, നെഗോസിയേഷൻ പോകുന്നു. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷന് ചുറ്റിപ്പറ്റിയുള്ള ഡിപ്ലോമാറ്റ്സ് പറഞ്ഞ എന്താ, നമ്മൾ ചിലപ്പോൾ ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, ഒക്ടോബറോ സെപ്റ്റംബറോ ആകുമ്പോൾ നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നു. അപ്പോൾ പൊടുന്നനെ ഇന്നലെ രാത്രി തന്നെ, അതായത് നമ്മുടെ വെളുപ്പാങ്കാലത്ത് നമുക്ക് ഇത് ഇന്നലെ വൈകുന്നേരം ഇത് വയ്ക്കാനുള്ള കാര്യം എന്താ, നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന കാര്യത്തിൽ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ഒരു ഫോറിൻ ഇൻവോൾവ്മെന്റ് ഇല്ല. പലപ്പോഴായിട്ട് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ ഇടപെട്ടു, ഞാൻ അവരെ ടാരിഫിന്റെ പേരും പറഞ്ഞ് പേടിപ്പിച്ചാണ് അവരെ രണ്ടുപേരെ ഒതുക്കി നിർത്തിയെന്ന് പറഞ്ഞതെന്ന് മാറിക്കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞ പാർലമെന്റിൽ നമ്മുടെ ഗവൺമെന്റിന്റെ, അത് ആരും ആയിക്കോട്ടെ, നമ്മൾ പൊളിറ്റിക്കലായിട്ട് നോക്കേണ്ട കാര്യമില്ല, അന്തസ്സോടുകൂടി നമ്മൾ അത് വെളിപ്പെടുത്തിയതിനു ശേഷം ട്രംപ് അവിടെ അൺസെറ്റിൽഡ് ആയി എന്നുള്ള. അപ്പൊ അതിന് കൗണ്ടർ മെഷർ എന്നുള്ള രീതിയിലാണ് പാർലമെന്റ് സെഷൻ ഇരിക്കുമ്പോൾ തന്നെ ഈ 25% ടാരിഫ് പിന്നെ പോട്ടെ, നമുക്ക് മനസ്സിലാക്കാം, അതിന്റെ മുകളിൽ പെനൽറ്റി എന്നുള്ള രീതിയും കൂടെ പറഞ്ഞു വെച്ചതെന്നുള്ള. അപ്പൊ ഈ ഗെയിം തിയറി അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യണമെന്നുള്ള സോ ഫാർ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആയിരുന്നു. വളരെ ഗേജ്ഡും വളരെ കോഷ്യസുമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് നമ്മൾ ഇതുവരെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളത് നോക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ ബ്രസീലിന് എഗെയിൻസ്റ്റ് ആയിട്ട് 50% ടാരിഫും കൂടെ വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ജാസ്മിൻ, നമുക്ക് നോക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഈ ടാരിഫ് വച്ചു എന്ന് അദ്ദേഹം പറയുന്ന ആ സോഷ്യൽ മീഡിയയിൽ, എന്താ ട്രൂത്ത് സോഷ്യൽ അല്ലേ, ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ
ശരിക്കും പറഞ്ഞാൽ ഓക്കെ, അദ്ദേഹത്തിന് അധികാരമുണ്ട് ഒരു ട്രംപിന് ടാരിഫ് വയ്ക്കാനായിട്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ഇൻറ്റേർണൽ കാര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, കൺട്രി സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്. പക്ഷേ ആ സ്റ്റേറ്റ്മെൻറ്റിൽ 2 വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഒരു ദാറ്റ് ഈസ് അൺബിക്കമിങ് ഓഫ് എൻ US പ്രസിഡന്റ്. US പ്രസിഡന്റ് സ്റ്റേച്ചർ എന്നല്ല, ഏതൊരു കൺട്രിയുടെ നേതാവായിട്ട് ഒരു ഇലക്ടഡ് ഡെമോക്രസിയുടെ മുകളിലിരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത 2 വാക്കുകൾ അദ്ദേഹം ചെയ്തു. സ്ട്രെനിയസ് എന്ന് പറഞ്ഞാൽ കഠിനമായ, അതായത് ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞാണ്. ഒബ്നോക്ഷ്യസ്, അതായത് മ്ലേച്ഛമായ എന്നുള്ള വാക്കുകളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമായിട്ട് ഞങ്ങൾക്ക് അധികം ബിസിനസ് ഇല്ല. കാര്യം അവരൊരു വലിയ ഹൈ ടാരിഫ് കൺട്രിയാണ്. അതുകൊണ്ട് ഇന്ത്യയായിട്ട് കൂടുതൽ ഞങ്ങൾക്ക് ട്രേഡിൽ ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ 2 വാക്കുകൾ ഒരിക്കലും ഡിപ്ലോമാറ്റിക് ടേംസിൽ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല എന്നുള്ള. ഇപ്പം ഞാനും ജാസ്മിനും 2 രാജ്യങ്ങളുടെ ഹെഡാണെന്ന് വെക്കുക. ജാസ്മിൻ പറയണം ഇപ്പം എത്ര മണി, 9:40 ആയില്ലേ. ജാസ്മിൻ പറയുകയാണ് ഈ ഇരിക്കുന്ന 2:45 മണിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഒരിക്കലും ജാസ്മിൻ കള്ളത്തരമാണ് പറയണമെന്ന് പറയാൻ പാടില്ല. ഞാൻ പറയും എൻ്റെ സമയം കാണിക്കുന്നത് 9:40 ആണ്, എങ്ങനെയാണ് മേഡത്തിന് 2:40 വന്നതെന്ന് എനിക്കറിയില്ല. ഇതാണ് ഡിപ്ലോമാറ്റിക് രീതിയിൽ നമ്മളൊന്ന് ആൻസർ ചെയ്യണത്. അല്ലാണ്ട് ഞാൻ ഒരിക്കലും ജാസ്മിൻ്റെ മുഖത്ത് നോക്കി യു ആർ എ ലയർ, യു ആർ സ്പീക്കിംഗ് നോട്ട് ദ ട്രൂത്ത് എന്നൊന്നും ഞാൻ പറയാറില്ല. ഡിപ്ലോമാറ്റിക് വാക്കുകൾ എന്തിനാണ് നമ്മൾ ഡിപ്ലോമാറ്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഒഫീഷ്യൽസിനെ വെച്ചേക്കുന്നത്? ഈ വക വാക്കുകളും കോമയും കുത്തും കൊട്ടേഷൻസും അനോട്ടേഷൻസും ഒക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് വലിയ വലിയ സ്പർദ്ധകൾ രാജ്യം തമ്മിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിപ്ലോമസി എന്ന് പറയുന്ന വാക്കും ആ ഒരു എക്സസൈസിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ ഹെഡ്സും തോന്നിയതുപോലെ സംസാരിക്കാനാണെങ്കിൽ പിന്നെ ലോകം യുദ്ധത്തിലേക്ക് അവസാനിക്കും എന്നുള്ളത്. അതായത് നമുക്കത് മാറ്റിവെക്കാം. നമുക്ക് പറയുന്ന പോലെ റിയാലിറ്റി ഇതാണ്. 25% ടാരിഫ് ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു. അത് കൂടാതെ തന്നെ പെനാൽറ്റി അൺസ്പെസിഫൈഡ് ആണ്, എത്രയെന്ന് പറഞ്ഞിട്ടില്ല. പെനാൽറ്റി ഫോർ ഇമ്പോർട്ടിംഗ് റഷ്യൻ ക്രൂഡ് എന്നുള്ളതും കൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ട്രംപ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നു കേട്ടോ. അതായത് ട്രംപ് പറയുന്നത് വെച്ചാൽ എന്തുകൊണ്ട് 25% പെനാൽറ്റിയും, അത് ഇന്ത്യയും US തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസിന്റെ കണക്ക് മാത്രമല്ല, ഇന്ത്യ ഈസ് എ പാർട്ട് ഓഫ് ബ്രിക് നേഷൻസ്. അപ്പോൾ ബ്രിക് നേഷൻസ് എപ്പോഴും US സ്റ്റാൻഡാണ് എടുക്കുന്നത്. ഡോളറിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ നിൽക്കുന്നു. അതിന്റെ ഒരു പാർട്ടാണ് ഇന്ത്യ. ആ ഒരു കാര്യം കൂടെ കണക്കിലെടുത്ത് ഇന്ത്യയും US തമ്മിൽ ട്രേഡ് ഡെഫിസിറ്റ് അല്ലെങ്കിൽ ട്രേഡ് സർപ്ലസും കൂടെ കണക്കിലെടുത്താണ് 25% ടാരിഫ് പ്ലസ് പെനാൽറ്റി ഓൺ റഷ്യൻ ക്രൂഡ് ഇമ്പോർട്ട്സ് എന്നതും കൂടെ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ കാര്യങ്ങൾ അദ്ദേഹം കൺസിഡർ ചെയ്തു എന്നാണ്. പിന്നെ ട്രംപിൻ്റെ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും വേറൊരു മാധ്യമത്തിന് കൊടുത്തിരിക്കുന്ന ഒരു സൗണ്ട് ബൈറ്റിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇൻഡയറക്ട്ലി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം, അദ്ദേഹം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ദർ ഈസ് റൂം ഫോർ നെഗോസിയേഷൻ ടോക്സ്. അത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ വി വിൽ ഡിസൈഡ് ബൈ ദ എൻഡ് ഓഫ് ദിസ് വീക്ക്. ഈ വീക്കിന്റെ ഇടയ്ക്ക് ഈ വീക്കെൻഡോട് കൂടി ഡിസൈഡ് ചെയ്യും. അതായത് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്താ, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ സൈക്കോളജിക്കലി ബാക്ക് ഫുട്ടിലായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലും നമ്മുടെ ഈ ഒഫീഷ്യൽസ് അങ്ങോട്ടേക്ക് അദ്ദേഹത്തിനെ വിളിക്കും. അതാണ് അദ്ദേഹം ആ വിൻഡോ പറഞ്ഞിരിക്കുന്നത് വീക്കെൻഡ് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പ്രഷർ ടാക്ടിക്സ് ബലിക്കോ ഇല്ലേ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ട്രംപ് അതോടൊപ്പം തന്നെ മോഡിയുടെ ഒക്കെ തന്നെ കൂടിക്കാഴ്ചകളൊക്കെ തന്നെ പലപ്പോഴും നടക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതും ഇവരുടെ ആ ഒരു കോൺവെർസേഷനും അവരുടെ ആ ഒരു ഫിസിക്കൽ ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് തന്നെ ഈ ഒരു താരിഫിന്മേൽ ഇന്ത്യക്ക് കൂടുതൽ സമ്മർദ്ദത്തിലാകേണ്ടി വരില്ല എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അവർ തമ്മിലുള്ള റിലേഷൻ യാതൊരു തരത്തിലും ഈ ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടില്ല. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ലീഡർ തന്നെയാണ്, ഒരു നാഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു വലിയ ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. സോ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം താരിഫിൽ നമ്മൾ നെഗോസിയേഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. വീണ്ടും നമ്മുടെ ഈ അഗ്രികൾച്ചർ അതോടൊപ്പം തന്നെ ജനറ്റിക്കലി മോഡിഫൈഡ് കോപ്സിൻ്റെ കാര്യത്തിൽ വീണ്ടും ഇന്ത്യക്ക് മുട്ടുമടക്കേണ്ടി വരുമ്പോൾ ഒരു തരത്തിലുള്ള റിലേഷൻഷിപ്പും അവിടെ ട്രംപ് മെയിൻറ്റെയിൻ ചെയ്യില്ല എന്നുള്ളൊരു എന്താ പറയുക തോന്നലാണ് എനിക്കുള്ളത്. സാറിന് എന്താ തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ, ഇതിനകത്ത് വിത്ത് റെസ്പെക്ട് ആൻഡ് ഹ്യൂമിലിറ്റി, എല്ലാവരോടുള്ള ബഹുമാനത്തോടു കൂടി തന്നെ പറയട്ടെ, ട്രംപ് എന്ന് പറയുന്ന വ്യക്തി മോർ ദാൻ എ ഹ്യൂമൻ ബീയിങ് ഈസ് എ ബിസിനസ് മാൻ. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ട്രാൻസാക്ഷണലാണ്. അതായത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇലക്ട്രേറ്റും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സും ഒക്കെ വളരെ വലുതായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൽ തന്നെ വളരെ ഓവർ കോൺഫിഡൻ്റ് ആണ്, കോംപ്ലേസൻ്റ് ആണ്. ബട്ട് ഈസി ടേക്കിംഗ് അവർ പ്രൈം മിനിസ്റ്റർ
വെരി ലൈറ്റ്ലി എന്നുള്ള കാര്യമാണ്. ഹി ഈസ് ഓൾസോ എ ബോൺ ഗുജറാത്തി വിത്ത് ഓൾ റെസ്പെക്ട് ആൻഡ് ഹ്യൂമിലിറ്റി ടു ഓൾ ഹ്യൂമൻ ബീങ്സ് ഇൻ ദിസ് വേൾഡ്. ഹി ഈസ് ഓൾസോ എ ടഫ് നെഗോഷിയേറ്റർ എന്നുള്ളതാണ്. ഇപ്പോൾ ജാസ്മിൻ പറഞ്ഞത് ശരിയാണ്, മുട്ട് മടക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മുട്ട് മടക്കും എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ച് ഞാനിപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ വരാം. കാര്യം ഇപ്പം നമ്മൾ തന്നെ ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട വേറൊരു കാര്യമുണ്ട്. അതായത് എന്താണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് അല്ലേ? രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് നടക്കുമ്പോൾ ഒരു രാജ്യം, അതായത് ഇന്ത്യ എന്ന് വിചാരിക്കുക, ഇന്ത്യ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു, പകരം US ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിക്ക് കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ ഇപ്പോൾ ഈ സിനാരിയോയിൽ എന്താ, നമ്മൾ US-ലേക്ക് US നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് ട്രേഡ് സർപ്ലസിലും അവർക്ക് ട്രേഡ് ഡെഫിസിറ്റിലുമാണ്. ഈ ഡെഫിസിറ്റാണ് മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള ഈ ട്രേഡ് ഡെഫിസിറ്റ് ഇൻക്ലൂഡിങ് ഇന്ത്യ ആണ് ഈ ട്രംപിനെ കൊണ്ട് ഈ പറയുന്ന പോലെ ടാരിഫ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നിർബന്ധിതമായി കൊണ്ടുവരുന്നതെന്നുള്ളത്. ഇപ്പം നമുക്ക് നോക്കാം, ഇന്ത്യ എത്രയാണ് US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യണേ? $87 billion. $87 billion വർത്ത് ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യണത്. തിരിച്ച് US-ൽ നിന്ന് എന്താണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്? $41 billion. അതായത് 80 അങ്ങോട്ട് 40 ഇങ്ങോട്ട്. അതായത് നമുക്ക് ട്രേഡ് സർപ്ലസ് അല്ലെങ്കിൽ അവർക്ക് ട്രേഡ് ഡെഫിസിറ്റ് ടു ദ ട്യൂൺ ഓഫ് $45 billion. അപ്പോൾ ഇതാണ് അതിനകത്തുള്ള വാസ്തവം എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രേഡ് ഡെഫിസിറ്റും സർപ്ലസും ഒക്കെ നമ്മൾ പറയുന്നത് മെർക്കൻഡൈസ് ഗുഡ്സിൽ മാത്രമാണ്. അതായത് ഗുഡ്സ് പ്രോഡക്ട്സിൽ മാത്രമാണ്, സർവീസസിലല്ല. സർവീസസിൻ്റെ കാര്യം കൂടെ കണക്കിലെടുക്കുകയാണെങ്കിൽ ഇന്ത്യയും US-ഉം തമ്മിൽ നോക്കുമ്പോൾ US-ന് ട്രേഡ് സർപ്ലസ് ആണ് എന്നുള്ളതാണ് അതിനകത്തുള്ള വാസ്തവം. നമ്മളെക്കാട്ടിലും കൂടുതൽ അവരുടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന സാധനത്തിൽ ഫിനാൻഷ്യൽ സർവീസസ്, എഡ്യൂക്കേഷണൽ സർവീസസ്, ഡിജിറ്റൽ സർവീസസ്, പിന്നെ ഈ പറയുന്ന പോലെ റോയൽറ്റീസ്, ഇതല്ല ഡിജിറ്റൽ സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, മൈക്രോസോഫ്റ്റ്, ആപ്പിൾ, ഇങ്ങനത്തെ ഡിജിറ്റൽ സർവീസസിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ എന്താണോ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യണേ അതിനേക്കാട്ടിലും കൂടുതൽ സർവീസസ് അമേരിക്ക ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള വാസം. അതുകൊണ്ട് ഇപ്പോൾ US-ന്റെ സംസാരത്തിൽ സർവീസസിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ട് മെർക്കൻഡൈസ് എക്സ്പോർട്സിൽ മാത്രമാണ് ഇന്ത്യ ട്രേഡ് സർപ്ലസ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മേൽ ഈ 25% ടാരിഫും പിന്നെ ഓയിൽ പെനാൾട്ടിയും കൂടെ തന്നിരിക്കുന്നത് എന്നുള്ള. ഇപ്പം നമുക്ക് നോക്കാം, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് 25% പ്ലസ് പെനാൾട്ടി അല്ലേ? പെനാൾട്ടി എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല, അൺസ്പെസിഫൈഡ് ആണ്. ഇപ്പോൾ യൂറോപ്പായിട്ട് 15% വെച്ചിരിക്കുന്നത്, ജപ്പാനായിട്ട് 15%, ഇന്തോനേഷ്യയായിട്ട് 19%, ഫിലിപ്പീൻസായിട്ട് 19%, വിയറ്റ്നാമായിട്ട് 20%, സൗത്ത് കൊറിയ ആയിട്ട് 15%, മലേഷ്യയായിട്ട് 25%, UK ആയിട്ട് 10%, ബംഗ്ലാദേശായിട്ട് 35%, കാംബോഡിയായിട്ട് 36%, തായ്ലൻഡായിട്ട് 36%, നമ്മളായിട്ട് 25+. ഇതിനകത്തുള്ള കുറ്റക്കാരനാരാ? റഷ്യ യുക്രൈനോടുള്ള യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ യുക്രൈനിലെ സിറ്റിസൻസിനെ കൊല്ലൂ എന്ന് പ്രമാണിച്ച് റഷ്യക്ക് ഇതുവരെ വെച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറായിട്ടുള്ള ചൈനയ്ക്ക് വെച്ചിട്ടില്ല. ബ്രസീലിന് 50, ഇന്ത്യക്ക് 25+ പെനാൾട്ടിയാണ് ഇപ്പോൾ വച്ചേക്കുന്നത് എന്നുള്ള. അപ്പോൾ എന്താണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നുള്ള വേറെ ഒന്നുമല്ല, ഗെയിം തിയറി, സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് അദ്ദേഹം നെഗോഷിയേറ്റ് ചെയ്യണമെന്നുള്ള. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയെ സംബന്ധിച്ച് ഈ ടാരിഫ് 25% എന്ന് പറഞ്ഞല്ലോ, അത് നമ്മുടെ GDP ഇമ്പാക്ട് ചെയ്യണത് വെറും 0.2 to 0.5% ആണ് ഈ ടാരിഫ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മീനിങ് ഫുൾ ആയിട്ട് നമ്മൾ കിടന്ന് അത്രയ്ക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ് ഇത്രയും താഴെ വന്നു, ഓഫ് കോഴ്സ് നീജർക്ക് റിയാക്ഷൻ മാർക്കറ്റിൽ വന്നു. ഐ ഡോണ്ട് നോ, ഇത് ഐ എം ജസ്റ്റ് ടിക്കിംഗ് മൈ നെക്ക് ഔട്ട്. ഞാൻ തെറ്റിയേക്കാം, ഞാൻ ക്ഷമിക്കണം, ആരോട് ഇത് കോളൊന്നുമല്ല. ഐ വിൽ നോട്ട് ബി സർപ്രൈസ് ഇഫ് മാർക്കറ്റ് ക്ലോസസ് ഇൻ ഗ്രീൻ ടുഡേ എന്നുള്ളതാണ് എൻ്റെ ആദ്യം തന്നെയുള്ള ഒരു എക്സ്പെക്ടേഷൻ തന്നെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നത് നമ്മൾ നല്ലൊരു ട്രേഡ് ഡീൽ US ആയിട്ട് സൈൻ ചെയ്യും, മറ്റുള്ള രാജ്യങ്ങളെക്കാളും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ കോമ്പീറ്റിംഗ് നേഷൻസ് ആയിട്ട്, അതായത് US-ലേക്കുള്ള എക്സ്പോർട്സിൽ കോമ്പീറ്റിംഗ് നേഷൻസ് ആയിട്ട് നമുക്ക് വരുന്നത് ചൈന, വിയറ്റ്നാം, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തായ്വാൻ. ഇതൊക്കെയാണ് നമ്മുടെ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സും കൊണ്ട് നമ്മൾക്കേക്ക് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ അവരായിട്ടൊരു ബെറ്റർ ഡീൽ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബട്ട് കോൺട്രറി ടു അവർ എക്സ്പെക്ടേഷൻസ് അത് നടന്നില്ല. എന്നാൽ നമ്മൾ ഇന്നലെയും പറഞ്ഞു 20 തൊട്ട് 25% വരാൻ ചാൻസ് ഉണ്ട്. മാർക്കറ്റ് ഇന്ന് ഏതാണ്ട് പെരുമാറണം കണ്ട് ആദ്യമായിട്ട് ഇത് കേൾക്കും പോലെയാണ്. ഇതാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കോബിയുമാണ് എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. പക്ഷേ ഇന്ത്യയുടെ റെസ്പോൺസ് വളരെ മെച്യൂർ ആയിരുന്നു, വളരെ ഗാർഡഡ് ആയിരുന്നു, ഡിപ്ലോമാറ്റിക് ആയിരുന്നു. ഇന്ത്യ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ നാഷണൽ ഇൻട്രസ്റ്റ് മുൻനിർത്തിയാക്കി മുന്നോട്ട് പോകുന്നത്, ഞങ്ങളുടെ
ഫാർമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഞങ്ങളുടെ സ്മോൾ മീഡിയം എന്റർപ്രൈസസിനെ MSMEസിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഞങ്ങളുടെ ഓണ്ടർപ്രണേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഞങ്ങളുടെ രാജ്യ താല്പര്യം ഞങ്ങൾ മാറ്റിവെച്ച് ഒരിക്കലും ട്രേഡ് ഡീലിലേക്ക് പോകില്ല. ഡേറ്റും ഞങ്ങൾ ഫോഴ്സ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും US-നോട് പറഞ്ഞിട്ടുണ്ട്. ബോൾ ഈസ് ഇൻ US കോർട്ട് എന്നുള്ള രീതിയിൽ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞ് ഇന്നലെ രാത്രിയൊക്കെ പല കമന്റേറ്റേഴ്സും എക്കണോമിസ്റ്റുകളും പറഞ്ഞത് നമ്മൾ റിറ്റാലിയേറ്ററി ടാരിഫ് വയ്ക്കണം എന്നാണ്. അതായത് ഡിജിറ്റൽ സർവീസ് ഇമീഡിയറ്റ് ആയിട്ട് യൂട്യൂബിനും ഫേസ്ബുക്കിനും മെറ്റയ്ക്കും ഇൻസ്റ്റയ്ക്കും ആപ്പിളിനും ടെസ്ലയ്ക്കും ഉടൻ തന്നെ വെച്ചിട്ട് തിരിച്ചൊരു മെസ്സേജ് കൊടുക്കണം എന്നാണ് പറയുന്നത്. അറിയില്ല അത് ഇനി വരും ദിവസങ്ങളിലേക്ക് വരുമോ എന്നുള്ളത്. കാര്യം അവർ ഏറ്റവും കൂടുതൽ US ഇന്ത്യയിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നത് അവരുടെ ഡിജിറ്റൽ സർവീസസ് ആണ്, ഈ ഓൺലൈൻ സർവീസസ് ആണ്. കാര്യം നമ്മളെ പോലത്തെ വ്യക്തികളും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്താ? ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, മൈക്രോസോഫ്റ്റിന്റെ പ്രോഡക്ട്സ്, ആപ്പിൾ ഫോൺസ് ആണ് എന്നുള്ളതാണ്. അവിടെ അടി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ണിൽ തന്നെ കിട്ടും എന്നുള്ളതാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ബട്ട് ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യും തോന്നുന്നില്ല. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് വി ആർ ഓൾസോ ബിസിനസ് പീപ്പിൾ അല്ലേ. നമ്മളെ സംബന്ധിച്ച് ഇത് ഇമോഷണൽ ആയിട്ട് എടുക്കാതെ ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ കാമായിട്ടും കമ്പോഷറോടുകൂടിയും ഇതിനെ അപ്രോച്ച് ചെയ്ത് നല്ലൊരു ട്രേഡ് ഡീലിലേക്ക് കൊണ്ടുവരാനായിരിക്കും ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഇന്ത്യ എന്ന് പറയുന്നത്, അതായത് US എന്ന് പറയുന്നത് നമ്മുടെ വലിയൊരു ട്രേഡിംഗ് പാർട്ണറാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ട്രേഡിംഗ് പാർട്ണറാണ്. കാര്യം എനിക്ക് തോന്നുന്നു FY25 മാത്രം 86.5 ബില്യന്റെ ഷിപ്മെന്റ്സ് നമ്മൾ അവരായിട്ട് ചെയ്തു എന്നുള്ളത്. പക്ഷേ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ എക്സ്റ്റേണൽ ട്രേഡിന്റെ 1/5 മാത്രമേ നമ്മൾ US ആയിട്ട് ചെയ്യുന്നുള്ളൂ. അതായത് ടോട്ടൽ എക്സ്റ്റേണൽ ട്രേഡ് നമുക്ക് $437 ബില്യൺ ആണ്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ 1/5, അതായത് $80 ബില്യൺ മാത്രമേ നമ്മൾ US ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വക കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ടാരിഫിനെ കുറിച്ച്. ഞാൻ ടാരിഫിലേക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് ജനറൽ ആയിട്ടുള്ള നമുക്ക് ഹാൻഡ് ഓവേഴ്സ് ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. ആസ് യൂഷ്വൽ ഫെഡിന്റെ കമന്ററി ഇന്നലെ വന്നു, റേറ്റ്സ് അൺചേഞ്ച്ഡ് ആണ് എന്നുള്ളതാണ്. അത് അവർ വീണ്ടും പറഞ്ഞു വെക്കുന്നു, ടാരിഫ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ റേറ്റ്സ് കുറച്ചേനെ എന്നുള്ളത്. ബട്ട് ഇന്നലെ തിന്നുന്ന കമന്ററിയിൽ നിന്ന് നമുക്ക് റീഡിംഗ് ബിറ്റ്വീൻ ദ ലൈൻസ് നമുക്ക് കിട്ടുന്നത് സെപ്റ്റംബറിലേക്ക് വെച്ചിരുന്ന 10 ബേസിസ് പോയിന്റ്സ് റേറ്റ് കട്ട് 2025 കിട്ടാൻ ചാൻസ് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണേ എന്നുള്ള. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും US 10-year ബോണ്ട് yield നമ്മൾ നോക്കുമ്പോൾ 4.37% ആയിട്ട് ഉയർന്നിരിക്കുന്നു എന്നുള്ള. ഡോളർ ഇൻഡെക്സ് ബാക്ക് അറ്റ് 100 എന്നുള്ളത് കൂടി. ബ്രെന്റ് ക്രൂഡ് സർജസ് ടു $73.48 പെർ ബാരൽ ആയിരിക്കുന്നു. S&P 500 ഇന്നലെ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിരുന്നു. 0.12% ഡൗൺ ആയിരുന്നു S&P എന്ന് പറയുന്നത്. നാസ്ഡാക്ക് പ്ലസ് 0.15% അപ്പാണ്. പിന്നെ മാർക്കറ്റ് ഏർണിംഗ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റും ശരിക്കും പറഞ്ഞാൽ മെറ്റയും വളരെ സോളിഡ് ആയിട്ടുള്ള ഏർണിംഗ്സ് US മാർക്കറ്റിൽ കൊണ്ടുവന്നു. പോസ്റ്റ് മാർക്കറ്റ് അവേഴ്സിലായിരുന്നു അവർ ഡിക്ലെയർ ചെയ്തെന്നുള്ളത്. ശരിക്കും എനിക്ക് തോന്നുന്നു മൈക്രോസോഫ്റ്റ് ഒക്കെ ഇന്നലെ 8% അപ്പായിരുന്നു, മെറ്റ 10% അപ്പായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ കുറച്ചുകൂടി ഏഷ്യയിലേക്ക് വന്ന് ജപ്പാനിലെ ബാങ്ക് ഓഫ് ജപ്പാന്റെ മീറ്റിംഗ് ആണ്, മോണിറ്ററി പോളിസി. റെസ്റ്റ് അഷ്വേർഡ് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് റേറ്റ് അൺചേഞ്ച്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. ചൈനയെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു നെഗറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതായത് മാനുഫാക്ചറിംഗ് PMI പർച്ചേസിംഗ് ഇൻഡെക്സ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കോൺട്രാക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു ഹാൻഡ് ഓവർ. നിഫ്റ്റി ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസ് വി സ്പീക്ക് എനിക്ക് എത്രയാണ് നമ്മുടെ ഇതെന്നറിയില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ 2 ദിവസം മുമ്പേ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലോ ആയിരുന്നു, അതായത് 24,598. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതുവരെ പോകും എന്നുള്ളതായിരിക്കും മാർക്കറ്റ് നോക്കുന്നത്. അപ്പോൾ ഡൗൺവേർഡ് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് എനിക്ക് തോന്നുന്നത് 24,450, 24,500 റെസ്പെക്ട് ചെയ്യേണ്ടി വരും. മന്ത്ലി എക്സ്പയറിയും കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ അപ്വേർഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് 24,877, രണ്ടാമത്തെ 25,005. ഇതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ടുള്ളത് നെഗോഷിയേറ്റ് ചെയ്യണമെന്നും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ 4 ബ്ലോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്നുള്ള. ഒന്ന്, ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ട്രേഡ് ടാരിഫ് അല്ലെങ്കിൽ ട്രേഡ് ഡീല് നടന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ 25% ടാരിഫും ഒരു പെനാൽറ്റിയും കൂടെ നമുക്ക് കിട്ടി. രണ്ടാമത് ഏർണിങ്സ് വളരെ വലിയ ഡിസപ്പോയിൻമെന്റ് ആണ് എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഈ TCSന്റെ ലേ ഓഫും ഒരു കൂനിൽമേൽ കുരു പോലെ ആയി നിൽക്കുന്നു. പിന്നെ അത് മാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള FII സെല്ലിംഗ് നടക്കുന്നുണ്ട്. നാലാമത് നല്ല രീതിയിലെ പ്രൊമോട്ടർ ഇൻസൈഡർ സെല്ലിംഗ് ബ്ലോക്ക് ഡീലിൽ കൂടെയും ബൾക്ക് ഡീലിംഗ് കൂടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. വെറിയിങ് ആയിട്ടുള്ള ഡേറ്റ, ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് പോലും നമ്മൾ ഇന്നലെ പറഞ്ഞു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് 510 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കൊക്കെ 380 രൂപയ്ക്കാണ് പ്രൊമോട്ടർ സ്വന്തമായിട്ട് അലോട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ തിലക് നഗർ ഇൻഡസ്ട്രീസിന്റെ കാര്യം തന്നെയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിനെ കാണിക്കുന്ന ഒരു കാര്യം വെച്ചാൽ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ടെറിട്ടറി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയോ? മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണെന്നുള്ള. ആ ഓവർ വാല്യൂഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ഈ ന്യൂസുകളൊക്കെ വരുന്നതെന്നുള്ള. നമുക്ക് തിരിച്ച് ശരിക്കും പറഞ്ഞാൽ ലൈവ് അപ്ഡേറ്റിന് പോകുന്നതിന് മുമ്പേ നമുക്ക് ടാരിഫിലേക്കും ഈ പെനാൽറ്റിയെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെന്നുള്ള.
ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇതൊരു ഫെയർ പ്രാക്ടീസസ് ആണോ അമേരിക്ക കാണിച്ച? അല്ല. ബീയിങ് എ ഫൗണ്ടിങ് മെമ്പർ ഓഫ് WTO, ഈ WTOന്റെ എത്തിക്സും അല്ലെങ്കിൽ ഈ പറയണ പോലെ അതിൻ്റെ ഒരു ഫെയർ സ്ട്രാറ്റജിയിലുമാണോ ഈ ടാരിഫ് ഇന്ത്യയിൽ മേൽ നല്ല മറ്റുള്ള രാജ്യങ്ങൾ മേൽ ടാരിഫും പെനാൽറ്റിയും വയ്ക്കുന്നത്? No, not at all. That is not in right spirits. Okay. At the same time, നമ്മൾ ആസ്ക് ചെയ്യാണ്, is Trump bothered? Absolutely no. ട്രംപ് ഇതിനെക്കുറിച്ച് ഒട്ടും ബോധേഡും അല്ല എന്നുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും തന്നെ പറയാനില്ല. കാര്യം വെച്ചാൽ ചെയ്യുന്ന കാര്യം എത്തിക്കൽ അല്ലെങ്കിൽ പോലും ഹി വിൽ കണ്ടിന്യൂ ടു ഡു ഇറ്റ് എന്നുള്ളത് പറഞ്ഞു തന്നെ വയ്ക്കണം. പിന്നെ നമുക്ക് ഈ പെനാൽറ്റിയുടെ കാര്യം നോക്കാം. ഈ പെനാൽറ്റിയാണ് നമുക്ക് ആദ്യം സംസാരിക്കേണ്ടത് കാര്യം. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് കാര്യം കാരണം ആ കൺട്രികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടാരിഫ് പെനാൽറ്റി നമ്മൾ വയ്ക്കുന്നു. ആ US തന്നെ കോൺഗ്രസിൽ ഒരു ബില്ല് കൊണ്ടുവരാനായിട്ട് ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അതായത് ഈ റഷ്യയുടെ യുക്രൈന് മേൽ പാവപ്പെട്ട ജനങ്ങളുടെ കൊലയ്ക്ക് കാരണമായ റഷ്യയിൽ നിന്നും ട്രേഡിംഗ് ചെയ്യുന്ന പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ചൈനയ്ക്കും ബ്രസീലിനും ഇന്ത്യക്കുമെതിരെ 500% ടാരിഫ് വരെ വയ്ക്കാനുള്ള അധികാരം US പ്രസിഡന്റിന് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു ലെജിസ്ലേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ ലെജിസ്ലേഷന്റെ മറവിൽ നിന്നുണ്ട്, അത് പാസ്സായില്ലെങ്കിലും അത് ഇതുവരെ ഒന്നും മൂവ്മെന്റ് ഒന്നും ആയില്ലെങ്കിലും അതിന്റെ മറവിൽ നിന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പെനൽറ്റി വെക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നോക്കാം, ഗ്ലോബൽ ഓയിൽ ട്രേഡിന്റെ 7% റഷ്യൻ ഓയിൽ. അതിന്റെ കൂടാതെ തന്നെ ഇന്ത്യയുടെ റിക്വയർമെന്റ്, ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന്റെ 45% ഈ പറയുന്ന പോലെ റഷ്യൻ ഓയിലാണ്. ഈ 45%-ൽ 47% റിഫൈനിങ്ങിന് യൂസ് ചെയ്യുന്നത് നയാര എനർജിയും റിലയൻസ് ഇൻഡസ്ട്രീസുമാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ റഷ്യയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതായത് നമ്മുടെ 45% ഓഫ് ഓയിൽ റിക്വയർമെന്റ് ആണ് റഷ്യ തരുന്നത്. ഗ്ലോബൽ ഔട്ട്പുട്ടിന്റെ 7% ആണ് റഷ്യൻ ഓയിൽ തരുന്നത് എന്നുള്ള. അപ്പോൾ ഇപ്പം നമുക്ക് മേൽ വെച്ചിരിക്കുന്ന പെനാൽറ്റി അൺസ്പെസിഫൈഡ് ആണ്. അതിനകത്ത് ഫിഗർ ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് ആലോചിക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം, യൂറോപ്യൻ യൂണിയനും അമേരിക്കയൊക്കെ എന്ത് ഹിപ്പോക്രറ്റിക് ആണ് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ US ആണല്ലോ നമുക്കിപ്പോൾ ഒരു പെനാൽറ്റി വെച്ചേക്കുന്നത്, അവരുടെ ടാരിഫിൻ്റെ കൂടെയാണ് പെനാൽറ്റി വെച്ചേക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു, യൂറോപ്യൻ യൂണിയൻ ഹാസ് പുട്ട് എ സാങ്ഷൻ ഓൺ റഷ്യ, അല്ലെ? യുക്രൈൻ ആയിട്ടുള്ള പ്രശ്നം കാരണം ഒരു സാങ്ഷൻ വച്ചു എന്ന് പറയുന്നു. അപ്പം അതിനെ കൊടപിടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ട്രംപും നമുക്കിട്ടിപ്പോൾ പെനാൽറ്റി തന്നേക്കണത്. ഇതിൻ്റെ രസമെന്നറിയോ? യൂറോപ്യൻ യൂണിയനിലെ എത്രയോ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നാണ് ഈ ക്രിട്ടിക്കൽ മിനറൽസ് ഇമ്പോർട്ട് ചെയ്യണമെന്നറിയോ? ക്രിട്ടിക്കൽ മിനറൽസ് മാത്രമല്ല, മറ്റുള്ള എനർജി, ഓയിൽ മാറ്റി വെച്ചുള്ള മറ്റുള്ള എനർജി റിക്വയർമെന്റ്സും ഈ പറയുന്ന പോലെ റെയർ എർത്ത് മിനറൽസിനും യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും റഷ്യയായിട്ട് കച്ചവടമാവാം. അതിന് യൂറോപ്യൻ യൂണിയനും പ്രശ്നമില്ല, അമേരിക്കയ്ക്കും പ്രശ്നമില്ല. എന്നാൽ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഓയിൽ മേടിക്കുന്ന രാജ്യങ്ങളായ ഇന്ത്യ, ചൈന, ബ്രസീലാണ് പ്രശ്നം. അത് മാത്രമല്ല, നമ്മൾ ഈ ഓയിൽ റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് റീഫൈൻ ചെയ്തിട്ട് വളരെ വില കുറച്ച് നമ്മളിത് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട്. അവർ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ റഷ്യയുടെ ഓയിലാണ് ഈ പ്രശ്നം. അപ്പൊ എന്താണ് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുള്ള, വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഓൺലി ഹിപ്പോക്രറ്റിക് എന്ന് മാത്രമേ പറഞ്ഞു വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ത്യയും US തമ്മിലുള്ള ടാരിഫിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. 25% ടാരിഫ് വെച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം 15% ടാരിഫ് പ്ലസ് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതിനേക്കാളും നല്ലതാണ് ഒന്നുമില്ലാത്ത 25%. കാര്യം നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചു. അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം എന്നറിയോ? ഇതിനകത്ത് നമ്മളിപ്പോൾ സൗത്ത് കൊറിയയുടെ ട്രേഡ് ഡീൽ നോക്കാം. ഇപ്പോൾ സൗത്ത് കൊറിയയുടെ ട്രേഡ് ഡീൽ ഇന്നലെ നടന്നൊരു കാര്യം, 15% ടാരിഫാണ്. 15% ടാരിഫ് വെച്ചിട്ട് കൂടാതെ അമേരിക്കയ്ക്ക് സിംഗിൾ എൻട്രി സൗത്ത് കൊറിയയിലേക്ക് കൊടുക്കണം, ഫുൾ എൻട്രി സൗത്ത് കൊറിയയിലേക്ക് കൊടുക്കണം. എന്നിട്ടെന്താ നമ്മൾ എന്ത് ചെയ്യണം? $350 ബില്യൺ US എക്കണോമിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. $350 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, 100 ബില്യണിന്റെ LNG അമേരിക്കയിൽ നിന്ന് മേടിക്കണം. അതായത് $450 ബില്യണിന്റെ US കമ്മിറ്റ്മെന്റും കൊടുക്കണം, അവർക്ക് ഓപ്പൺ ആക്കി നമ്മുടെ രാജ്യവും കൊടുക്കണം. നമ്മൾ ജപ്പാനായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു ടാരിഫ് സംസാരിച്ചല്ലോ. അതായത് 15% ആണ് ജപ്പാനായിട്ട് വെച്ചിരിക്കുന്നത്. പകരം ജപ്പാൻ എന്ത് കൊടുത്തു? അമേരിക്കയ്ക്ക് ഫ്രീ എൻട്രി അവരുടെ കൺട്രിയിലേക്ക്. എന്നിട്ട് കൂടാതെ $550 ബില്യൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അമേരിക്കയിൽ ചെയ്യണം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ $85 ബില്യൺ മാത്രമുള്ള നമുക്ക് വേണമെങ്കിൽ 10 കൊല്ലം ഒന്നും ചെയ്യാതിരിക്കാം എന്നുള്ളതാണ്. അപ്പം അതിന് രസകരമായ കാര്യം, നമുക്ക് 25% ഇത് എല്ലാ നിബന്ധനകളും ഒന്നും അഴിച്ചുവിടാതെ, അതായത് ഒരു കൺസെഷനും ചെയ്യാതെ നമുക്ക് 25% കിട്ടിയതും
എല്ലാ കൺസെഷനും ചെയ്ത് നമ്മുടെ കൺട്രീനെ, നമ്മുടെ ഫാർമേഴ്സിനെ, നമ്മുടെ ഓൺടർപ്രണേഴ്സിനെ, നമ്മുടെ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ, നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനെ അമേരിക്കൻ കോമ്പറ്റീഷനായിട്ട് എക്സ്പോസ് ചെയ്യുകയും അതുകൂടാതെ തന്നെ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ടാക്സ് പേയേഴ്സിൻ്റെ മണി കൊണ്ടുവന്ന് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവിടെയുള്ളവർക്ക് ജോലി കൊടുക്കുന്നതും ഇതെല്ലാം ചെയ്തിട്ട് 15% കിട്ടുന്നതിനേക്കാളും നല്ലതാണ് 25% ഒരു കൺസെഷനും ഇല്ലാതെ കിട്ടുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം എന്നുള്ളതാണ് വേറെ രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ US ഉണ്ടല്ലോ, US-ന് 2005 മുതൽ 2005 വരെ അവരുടെ കടമുണ്ടല്ലോ, അവരുടെ ടോട്ടൽ ഡെപ്റ്റ് 5 ട്രില്യണിൽ നിന്ന് ഉയർന്ന് 37 ട്രില്യണായി. ഈ 37 ട്രില്യൺ ആയത് വളരെ പ്രോബ്ലം ആണെന്നുള്ളത് നമുക്ക് നന്നായി അറിയാം. ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ കൊണ്ടുവന്നാൽ തന്നെ അനദർ 3 ട്രില്യണും കൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുള്ളതാണ്. അതായത് ഇപ്പൊ മനസ്സിലായ ഒരു കാര്യം എന്നറിയോ, US-ന് ഇത് പേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ US മറ്റുള്ള രാജ്യങ്ങളെ കൊണ്ട് പേ ചെയ്യിപ്പിക്കുകയാണ്. എങ്ങനെ? ടാരിഫിലൂടെ. അതായത് നമുക്കിപ്പോൾ കിട്ടുന്ന കണക്കനുസരിച്ച് ലാസ്റ്റ് 3 മാസമായിട്ട് നമ്മൾ അമേരിക്കൻ പോർട്ടിലെ ടാരിഫ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ അത് പ്രൊജക്ട് ചെയ്ത് ഒരു കൊല്ലത്തിലേക്ക് പോവുകയാണെങ്കിൽ $300 ബില്യൺ വരെ നമ്മൾ ഒരു കൊല്ലം US അവിടെ ഉണ്ടാക്കുന്നതാണ്. അതായത് 10 ഇയർ കൊണ്ട് 3 ട്രില്യൺ. ആ 3 ട്രില്യൺ അവർ ഉപയോഗിക്കാൻ പോകുന്നതിനാ ഈ ഡെപ്റ്റ് കുറയ്ക്കാനാണ്. അതായത് ഞങ്ങൾക്ക് കഴിവില്ല, നിങ്ങളൊന്ന് തന്ന് സഹായിക്കണം എന്നുള്ളത് പച്ചയ്ക്ക് യാചിക്കാതെ ഇതേപോലുള്ള ഒരു ഗെയിം തിയറി കൊണ്ടുവന്ന്, ഒരു സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് കൊണ്ടുവന്ന്, സൈക്കോളജിക്കൽ പ്രഷർ അപ്ലൈ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളെ ബാക്ക് ഫൂട്ടിലാക്കി ലോകത്തെ ഏറ്റവും വലിയ പവർഫുൾ നേഷൻ ആണെന്നുള്ള കൺട്രിയുടെ സ്റ്റേറ്റസ് മിസ്യൂട്ടിലൈസ് ചെയ്ത് മറ്റുള്ളവരെ കൊണ്ട് അവരുടെ കടം തീർക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ചെയ്തതെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ ഈ നമുക്ക് ഒരു കാര്യം കൂടെ നമുക്ക് പറയാം, ഈ സംബന്ധിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പൊതുവെ ഒരു ഡൊമസ്റ്റിക് ഓറിയന്റഡ് എക്കണോമിയാണ്. നമ്മളെ സംബന്ധിച്ച് വലിയ പെർസെൻറ്റേജ് ഓഫ് GDP ഒന്നും അല്ല നമുക്ക് ഈ പറയുന്ന കാര്യം. അത് മാത്രമല്ല നമ്മൾ പറഞ്ഞു ഈ 25% ടാരിഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 0.2 to 0.5% മാത്രമേ വരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു പൊളിറ്റിക്കൽ കാര്യം കൂടെ പറഞ്ഞു വേണം എനിക്കിത് അവസാനിപ്പിക്കാൻ എന്നുള്ള കാര്യം അറിയോ. ഇത്രയും നാൾ നമ്മൾ പറഞ്ഞ എന്താ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഞങ്ങൾ അവരെ രണ്ടുപേരെയും നിലയ്ക്ക് നിർത്തിയത്, അതായത് ട്രംപ് നിലയ്ക്ക് നിർത്തിയത് ഈ ടാരിഫ് എന്ന് പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്തതാണ് എന്ന് പറഞ്ഞാണ്. ഇപ്പം നമുക്ക് മേൽ ടാരിഫും വെച്ചു, പെനാൽറ്റിയും വെച്ചു. അതിൻ്റെ അർത്ഥം US ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഒരു ടെലിഫോൺ കോളും വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെന്റ് പാർലമെന്റിൽ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അത് വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ബ്ലണ്ട്നെസ് തീർച്ചയായിട്ടും കോൾ ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള കാര്യം. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കേണ്ട കാര്യം, എന്താണ് ഇന്ത്യ US-ലോട്ട് എക്സ്പോർട്ട് ചെയ്യണത്. ഇത് 2024 കണക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ പറയുന്നതൊക്കെ ബില്യൺസ് ആണ്, US ഡോളേഴ്സിലാണ്. മെഡിസിൻസ് $8.1 ബില്യൺ, telecom $6.5 billion, gems and jewelry $5.3 billion, petro products $4.1 billion, gold and jewelry $3.2 billion, textiles $2.8 billion, iron and steel $2.7 billion. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇവിടുന്ന് US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. US എന്താണ് നമുക്ക് ഇങ്ങോട്ടേക്ക് തരുന്നത്? crude oil $4.5 billion, petro products $3.6 billion, coal and coke $3.4 billion, diamond $2.6 billion, electrical machinery $1.4 billion, aircraft and spares $1.3 billion, gold $1.3 billion ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് അങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യണ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യണ കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 9:59 ആയില്ലേ, 2-3 മിനിറ്റും കൂടെ എടുത്താൽ ഏതൊക്കെ കമ്പനീസ് ആയിരിക്കും നമുക്ക് ഇവിടെ എഫക്ട് ചെയ്യണമെന്ന് കൂടെ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള. നമുക്ക് ആദ്യം തന്നെ നോക്കി ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ടാരിഫ് കാരണം നെഗറ്റീവായിട്ട് ഹിറ്റ് ആവാൻ പോകുന്ന സെക്ടർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഗാർമെന്റ്സ് ആൻഡ് അപ്പാരൽ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. അതായത് $25 ബില്യൺ എക്സ്പോർട്ടാണ് നമ്മൾ US-ലേക്ക് ചെയ്യണമെന്നുള്ള. അതിനകത്തുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള കമ്പനി നമ്മൾ നോക്കുകയാണെങ്കിൽ KPR മിൽസ്, വർദ്ധമാൻ ടെക്സ്റ്റൈൽസ്, അരവിന്ദ് ലിമിറ്റഡ്, പേജ് ഇൻഡസ്ട്രീസ്, ഗോകുൽദാസ് എക്സ്പോർട്ട്, വെൽസ്പൺ കോർപ്പ്. ഞാൻ ചില കമ്പനികൾ മാത്രമേ പറഞ്ഞുള്ളൂ എന്നുള്ളതാണ്. ബട്ട് വാച്ച് ഔട്ട് ഫോർ ദീസ് സ്റ്റോക്സ് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ $11 ബില്യൺ എക്സ്പോർട്സ് ടു US നമ്മൾ ചെയ്യുന്നത് ഫാർമയാണ്. അപ്പോൾ ഫാർമയ്ക്കുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡീലുകളൊന്നും വന്നിട്ടില്ല, ഈ ആഴ്ച അവസാനം വരും എന്നാണ് പറയുന്നത്. ഫാർമ സ്റ്റോക്സ് ഒന്ന് വാച്ച് ചെയ്തോളൂ. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട സൺ ഫാർമ, ഡോക്ടർ റെഡ്ഡീസ്, ലൂപ്പിൻ, അരബിന്ദോ ഫാർമ, സിപ്ല, സൈഡസ് ലൈഫ് സയൻസ്. പിന്നെ വരുന്നത് $15 ബില്യൺ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം, ഒരു വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡിക്സൺ, ആംബർ, സിർമ, കെയ്ൻസ് ടെക്നോളജീസ് ആണ്. പിന്നെ വരുന്നത് ഓട്ടോ ആൻസിലറീസ് ആൻഡ് ഇൻഡസ്ട്രിയൽസ് ആണ്. അവിടെ വരുന്നത് മദേഴ്സൺ സൂമി, സംവർദ്ധന മദേഴ്സൺ, സുന്ദരം ഫാസ്റ്റേഴ്സ്, ഭാരത് ഫോർജ്, ബോഷ് ഇന്ത്യ, എൻഡ്യൂറൻസ് ടെക്നോളജീസ്. പിന്നെ മെഷീനറി ആൻഡ് എഞ്ചിനീയറിംഗ് അവിടെ തീർച്ചയായിട്ടും വരുന്നത് L&T, BHEL, തെർമാക്സ്, ABB ഇന്ത്യ, ഹാവെൽസും പോളിക്യാബും എന്നുള്ളതാണ്. ആഗ്രോ എക്സ്പോർട്സിലേക്ക് വരുന്നത് നമ്മൾ റൈസും ബസ്മതി റൈസൊക്കെ ഒരുപാട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. KRBL, LT ഫുഡ്സ്,
അവന്തി ഫീഡ്സ് ആൻഡ് ആപ്പെക്സ് ഫ്രോസൺ ഫുഡ്സ്, ഇത് രണ്ടും ഷ്രിംപ് എക്സ്പോർട്സ് അല്ലെങ്കിൽ അക്വാ കൾച്ചർ ഉള്ള കമ്പനികളാണ് എന്നുള്ള. പിന്നെ ജെംസ് ആൻഡ് ജ്വല്ലറി നമ്മൾ നോക്കുകയാണെങ്കിൽ PC ജുവലേഴ്സ്, ടൈറ്റൻ, രാജേഷ് എക്സ്പോർട്സ്, കല്യാൺ ജുവലേഴ്സ് എന്നുള്ള. ബട്ട് ഇതൊക്കെ പറഞ്ഞു വയ്ക്കുമ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലൈവ് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഹൂ കുഡ് ബി ദ ബെനിഫിഷ്യറി ഓഫ് ദിസ് ഡീൽ ഇൻ ഇന്ത്യ? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി IT. കാര്യം എന്നറിയോ, തീർച്ചയായിട്ടും ഈ വക ടാരിഫ് വരുന്നതുകൊണ്ട് US ഡോളേഴ്സ് അപ്രീഷിയേറ്റ് ചെയ്യും, ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ആ ഒരു കാര്യം വരികയാണെങ്കിൽ where is the place to hide? It is IT. Infosys, TCS, Wipro, HCL Tech, LTI Mindtree, Persistent Systems, Coforge and so on and so forth. അപ്പം നമ്മൾ 2-3 ദിവസം മുമ്പേ പറഞ്ഞു, അണ്ടർ ഓൺഡ് ആയിട്ടുള്ള, അണ്ടർ ലവ്ഡ് ആയിട്ടുള്ള, അൺപോപ്പുലർ ആയിട്ടുള്ള സെഗ്മെന്റ് എപ്പോഴും മാർക്കറ്റിൽ ഒരു ഇൻവെസ്റ്ററിന്റെ ഫ്രണ്ട് ആണ് എന്നുള്ളത് പറഞ്ഞു വെച്ചു. ശരിക്കും പറഞ്ഞാൽ വാല്യുവേഷൻ ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്ന സെക്ടറും കൂടി ആയിരുന്നു IT എന്നുള്ളത്. ഇതൊരു റെക്കമെൻഡേഷനോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സോളിസിറ്റേഷനോ അഡ്വൈസ് ആയിട്ടോ കണക്കാക്കരുത്. ഇത് ടെമ്പററി ആയിരിക്കാം. ചിലപ്പോൾ ഈ ട്രംപിന്റെ ടാരിഫിന്റെ ഒക്കെ തിരിച്ചു പോകുമ്പോൾ തിരിച്ച് ഡോളർ ഡിപ്രിഷിയേറ്റ് ചെയ്യും, ഇന്ത്യൻ റുപ്പി കയറുകയും ചെയ്യാം. ബട്ട് ഈവൻ ദെൻ എല്ലാ കംഫർട്ടും തരുന്ന ഒരു സ്ഥലം വെയർ ടു ഹൈഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് IT സെക്ടർ എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു ജാസ്മിൻ. യെസ് സാർ, ഏതായാലും നമുക്കിന്നിപ്പോൾ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. അതിനായിട്ട് റിസർച്ച് ഡെസ്കിൽ നിന്ന് നിഖിൽ റെഡിയാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, നമ്മൾ ഇന്ന് മാർക്കറ്റിന്റെ നിലവിലത്തെ ഒരു കണ്ടീഷൻ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി 50യും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഒരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിഫ്റ്റി 50 24,670 എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ 500-ലധികം പോയിന്റുകളുടെ ഒരു സെൽ ഓഫ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട സെക്ടേഴ്സൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ എത്രമാത്രം ഇടിവാണ് രേഖപ്പെടുത്തുന്നത്? ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ ഏകദേശം ഒരു 200 പോയിന്റുകളുടെ ഒരു നഷ്ടമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. പെർസെൻറ്റേജ് ടേംസിൽ പറയുകയാണെങ്കിൽ ഏകദേശം 4% മുകളിലുള്ള ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് നിലവിൽ 24,657 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 42 ഓഹരികൾ ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ 8 ഓഹരികൾക്ക് മാത്രമാണ് നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം 1% മുകളിലുള്ള ഒരു ഇടിവാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. ഏകദേശം 570 പോയിന്റുകൾക്ക് മുകളിലുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,582 എന്ന് പറഞ്ഞൊരു നിരക്കിൽ നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിൽ പരിശോധിക്കുമ്പോൾ 12 ഓഹരികളും ബാങ്കിങ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടിവ് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി 50യിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നിലവിൽ ഒരു ടോപ്പ് ഗെയിനറായിട്ട് നിലവിൽ കാണാൻ സാധിക്കുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഓഹരികളാണ്. ഏകദേശം 2.25% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിന് സാധിക്കുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പുതിയ ധനസമാഹരണം ഏകദേശം 15,000 കോടി രൂപയ്ക്ക് മുകളിലുള്ള ധനസമാഹരണവും മറ്റുമൊക്കെ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് നടത്താൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തയും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു. ആ ഒരു ബിസിനസ്സിലും മറ്റുമൊക്കെ നടത്തുന്ന ഒരു എക്സ്പാൻഷൻ നിലവിൽ ഇപ്പോൾ കമ്പനിയുടെ ഒരു ഓഹരിയിലും നിലവിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്ന ഒരു കാഴ്ചയാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ പവർ ഗ്രിഡ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 4% മുകളിലുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. ഇറ്റേണൽ 0.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ നിലവിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ഓഹരികൾ, അതായത് FMCG കമ്പനിയുടെ ഓഹരികൾ ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടം ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇപ്പോൾ കാഴ്ചവെക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിഫ്റ്റിയെ പ്രധാനമായിട്ടും ഡ്രാഗ് ചെയ്യുന്ന ഒരു ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് ഇന്നിപ്പോൾ ഏകദേശം 1.25% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ളൊരു ഇടിവ് കാഴ്ചവെക്കുന്നു. ഫാർമ കമ്പനിയായിട്ടുള്ള ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് പരിശോധിക്കുകയാണെങ്കിലും 2% മുകളിലുള്ളൊരു ഇടിവ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൽ ഉണ്ടാകുന്നു. ഭാരതി എയർടെൽ പരിശോധിക്കുകയാണെങ്കിൽ 1.5%-ഓളം ഇടിവുണ്ടാകുമ്പോൾ ഓട്ടോ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മികച്ച ഒരു സമയമല്ല. ടാറ്റ മോട്ടോഴ്സ് ഓഹരികൾ ഏകദേശം 4% ഉള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഏഷ്യ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 4% മുകളിലുള്ളൊരു ഇടിവ് നിലയിൽ ഇപ്പോൾ വിപണിയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അടുത്തായിട്ട് നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50യേക്കാളും കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള ഒരു ഇടിവാണ് നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത്. നിലവിൽ 55,590 എന്ന് പറഞ്ഞ നിരക്കിൽ ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന നിഫ്റ്റി ബാങ്കിങ് സൂചികയെ സംബന്ധിച്ചിടത്തോളം പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഓഹരികളാണ് നിലവിൽ സൂചികയെ പ്രധാനമായിട്ടും ഡ്രാഗ് ചെയ്യുന്നത്. ഏകദേശം 3.5%-ഓളമുള്ള ഒരു ഇടിവിലേക്ക് നിലവിൽ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഓഹരികൾ കടന്നിരിക്കുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 1.25%-ഓളം, കാനറ ബാങ്ക് പരിശോധിക്കുമ്പോൾ 1.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുന്നു. ICICI ബാങ്ക് 1% മുകളിലുള്ളൊരു ഇടിവ് കാഴ്ചവെക്കുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഹരികൾക്കും 1% മുകളിലുള്ളൊരു ഇടിവാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫെഡറൽ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25%-ഓളമുള്ളൊരു ഇടിവ്. HDFC ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിലും 0.5% മുകളിലുള്ളൊരു ഇടിവ്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ യാതൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. നിലവിലെ ഒരു സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും തന്നെ ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി FMCG സെക്ടർ മാത്രം ഒരു ഫ്ലാറ്റ് പോസിറ്റീവായ ഒരു നിരക്കിൽ
നിലനിൽക്കുന്ന ഒരു കാഴ്ചയും കൂടിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിങ്ങിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നിലവിൽ ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയാണ്. ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവാണ് നിലവിൽ ഇപ്പോൾ നിഫ്റ്റി PSU ബാങ്കിങ് സൂചിക ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 110 പോയിന്റുകളോളമുള്ളൊരു നഷ്ടം നിഫ്റ്റി PSU ബാങ്കിങ് സൂചികയിൽ രേഖപ്പെടുത്തിക്കൊണ്ട് 6798 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിലവിൽ ഇപ്പോൾ സൂചിക ട്രേഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കമ്പനികളുടെ ഒരു പെർഫോമൻസും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികൾ 2.5% ഒരു ഇടിവ് രേഖപ്പെടുത്തി. യൂണിയൻ ബാങ്ക് 2% മുകളിലും ബാങ്ക് ഓഫ് ബറോഡ 1.25% മുകളിലുമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ യൂക്കോ ബാങ്ക് ഏകദേശം 1.25% മുകളിലേക്കുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കും ഏകദേശം 1.25% ഒരു ഇടിവും രേഖപ്പെടുത്തും. അങ്ങനെ ഫൈനാൻഷ്യൽസിൻ്റെ ഭാഗത്ത് നിന്ന് ഒട്ടും ഒരു സപ്പോർട്ട് ഇന്നിപ്പോൾ നിഫ്റ്റിക്ക് ലഭിക്കുന്നില്ല എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മറ്റൊരു സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൂചികയായി കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി റിയൽറ്റി സൂചികയാണ്. നിഫ്റ്റി റിയൽറ്റി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.5%-ഓളമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 904 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി റിയൽറ്റിയിൽ ഇന്നിപ്പോൾ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റിയൽറ്റി കമ്പനികളെ പരിശോധിക്കുകയാണെങ്കിലും ഒരു കമ്പനി നിലവിൽ ഒരു നേട്ടത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നല്ല എല്ലാ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇടിവുണ്ടാകുന്നു. ഒബ്രോ റിയൽറ്റിയുടെയും മറ്റുമൊക്കെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ നിലവിൽ 2.5% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് കടന്നിരിക്കുന്നു. റെയ്മണ്ട് ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 2%-ഓളം, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 1.5% മുകളിലും, പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പരിശോധിക്കുമ്പോൾ ഏകദേശം 1.5% ഒരു ഇടിവും നിലവിൽ ഇപ്പോൾ വിപണിയിൽ നിന്ന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ഫാർമ പരിശോധിക്കുകയാണെങ്കിലും മറ്റും താരിഫിൻ്റെയും മറ്റുമൊക്കെ അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്ന നിഫ്റ്റി ഫാർമ സൂചികയും ഏകദേശം 1.25% മുകളിലേക്കുള്ളൊരു ഇടിവിലേക്ക് പോയിരിക്കുന്നു. ഏകദേശം 290 പോയിന്റുകളുടെ ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 22,784 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് എക്സ്പോർട്ടിൽ ഹെവി റിലയൻ്റ് ആയിട്ടുള്ള നിഫ്റ്റി ഫാർമയിൽ നിലവിൽ ഇപ്പോൾ ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫാർമ കമ്പനികൾ പരിശോധിക്കുകയാണെങ്കിൽ മറ്റൊക്കെ ഇപ്ക ലബോറട്ടറീസിൻ്റെ ഒക്കെ ഓഹരികളെ കാണുകയാണെങ്കിൽ ഏകദേശം 2.25% മുകളിലുള്ളൊരു ഇടിവുണ്ടാകുന്നു. ഗ്രാനുലാസ് ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇടിവ് ഇപ്പോൾ 3% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ലുപ്പിൻ ഓഹരികൾ ഏകദേശം 2.25%-ഓളം, സൈഡസ് ലൈഫ് സയൻസ് പരിശോധിക്കുകയാണെങ്കിലും 2.25% മുകളിലുമുള്ളൊരു ഇടിവ്. സിപ്ലയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒരു പോസിറ്റീവായ സമയമല്ല. ഏകദേശം 1% മുകളിലുള്ളൊരു ഇടിവ് സിപ്ല രേഖപ്പെടുത്തുന്നു. 0.25%-ഓളമുള്ളൊരു ഇടിവാണ് നിലവിൽ ഡിവിസ് ലാബ്സ് പരിശോധിക്കുമ്പോഴും മാൻകൈൻ ഫാർമ പരിശോധിക്കുമ്പോഴും നിലവിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. അങ്ങനെ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഒട്ടും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സമയമല്ല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം, സൂചികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം തന്നെ നേരിടുന്നു. ഇതിൽ തന്നെ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സെക്ടേഴ്സുകളും മറ്റുമൊക്കെ പരിശോധിക്കുകയാണെങ്കിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു അനിശ്ചിതത്വം നേരിടുന്നു. ഇവയൊക്കെയാണ് ജാസ്മിൻ ഈ മണിക്കൂറിലെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റ് ആയിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. നിഖിലാണ് ഇപ്പോൾ മാർക്കറ്റിന്റെ ലൈവ് അപ്ഡേറ്റ് നൽകിയത്. സൂരജ് സാർ, നമുക്ക് ഗസ്റ്റിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മൾ ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിഖിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ സെക്ടേഴ്സിലും ഒരു സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ഒരു പാനിക് സെല്ലിംഗ് തന്നെയാണ് കാണുന്നത് എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എസ്പെഷ്യലി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 0.5% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ബാങ്ക് നിഫ്റ്റി 1% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസുകളുടെ സമയത്ത് ഒരു പാനിക് സെല്ലിംഗ് സ്വാഭാവികമാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ഇന്ന് മാത്രമല്ല മാർക്കറ്റ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. ജാസ്മിൻ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റിൽ സംതിങ് ഓർ ദ അതർ വിൽ ബി ഹാപ്പനിങ് എവറി ടൈം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മാർക്കറ്റിനെ ബോദർ ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് ആണെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിന് റെസ്പോണ്ട് ചെയ്യും. ചിലപ്പോൾ സന്തോഷം വരികയാണെങ്കിൽ ഭയങ്കര ഓവർ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര രീതിയിൽ പെസിമിസ്റ്റിക് ആയിട്ട് റിയാക്ട് ചെയ്യും. നമ്മൾ മാർക്കറ്റിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ മന്ത്രം എന്തെന്നറിയോ? അതായത് നമ്മൾ സാധാരണ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ വീട്ടിൽ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ ബന്ധത്തിൽ ആരെങ്കിലും എക്സെൻട്രിക് ആയിട്ടുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെറുപ്പത്തിലെ ആ ഒരു വ്യക്തിയെ കാണെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവം പല രീതിയിൽ ഓസിലേറ്റ് ചെയ്ത് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ വീട്ടുകാരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ വളരെ മെച്യൂരിറ്റിയോടുകൂടിയായിരിക്കും. എന്ത് കാണിച്ചാലും നമ്മൾ അധികം മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ അതിനെ ശരിക്കും ഒരു എംപത്തൈസ് ചെയ്ത് മുന്നോട്ടാണ് പോകാറ്. അതായത് അത് ആ ഒരു വ്യക്തി ചാടുന്നതിനനുസരിച്ച് നമ്മൾ കൂടെ ചാടാറില്ല. നമ്മൾ ഒരിക്കലും ഓവർ ഇമോഷണലായി നമ്മൾ ട്രീറ്റ് ചെയ്യാറില്ല. അതേപോലെ തന്നെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മാർക്കറ്റിനോട് ഇപ്പം ഞാൻ 25 കൊല്ലമായി ഞാൻ മാർക്കറ്റിനോട് ജീവിക്കുന്നു. ഇപ്പം നമ്മൾ ഭാര്യ, മകൻ, അമ്മ എന്നൊക്കെ പറയും പോലെ മാർക്കറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ രാവിലെ 9 മണിക്ക് വരുന്നൊരു സ്വഭാവമല്ല മാർക്കറ്റിൻ്റെ 9:30 ആകുമ്പോൾ. 10 മണിക്ക് വേറൊരു വ്യക്തിയാണ്. 10:30 മണിക്ക് ഭയങ്കര സന്തോഷമാണ്. 11 മണിക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്നാൽ നമുക്ക് ഇതിനനുസരിച്ച് ചാടാൻ പറ്റില്ല. അപ്പം നമ്മുടെ ഏറ്റവും വലിയ കാര്യം നമ്മൾ മാർക്കറ്റിൽ ചെയ്യേണ്ടത് സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഇമോഷണലി നമ്മളെ തന്നെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ള. അപ്പം നമ്മൾ ഫണ്ടമെന്റലും ടെക്നിക്കൽ അനാലിസിനെക്കാളും മാർക്കറ്റ് ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയുന്നത് എന്താ? നിങ്ങളിലാണ് നമ്മൾ ആദ്യം വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ തന്നെ ആദ്യം വർക്ക് ചെയ്യണം. എന്ത് ചെയ്യണം?
we should reposition ourselves against an eccentric person called Mr. Market. മിസ്റ്റർ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. അദ്ദേഹം വളരെ എക്സെൻട്രിക് ആണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിൻ്റെ സ്വഭാവം എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. സങ്കടവും സന്തോഷമൊക്കെ മാറി മാറി വരും. അതിനനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നിന്ന് നമ്മളെ ഐസൊലേറ്റ് ചെയ്ത് നമ്മളൊരു ശരിക്കും പറഞ്ഞ ഒരു റാഷണലായിട്ട് കോമൺ സെൻസോട് കൂടി ഓവർ എക്സൈറ്റ്മെൻറ്റ് ഓവർ പെസിമിസം ഇല്ലാതെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ കാർഡിനൽ റൂൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് പറയാം. പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലോവർ ലെവലിൽ നിങ്ങൾക്ക് മേടിക്കാം. പൈസ ഇല്ല, നിങ്ങൾ ഫുള്ളി ഇൻവെസ്റ്റഡ് ആണെങ്കിൽ ബാഗ് പാക്ക് ചെയ്യുക, വല്ല ബീച്ചിലോ വല്ല മൂന്നാറിലോ വല്ല ഊട്ടിയിലോ കൊടൈക്കനാലിലോ പോയി താമസിച്ച് 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരിക. എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞു. അതായത് പാക്ക് യുവർ ബാഗ്സ് ആൻഡ് ഗോ ഫോർ എ വെക്കേഷൻ. ഇഫ് യു ഹാവ് മണി യു ബൈ മോർ എന്നല്ലാതെ പറയാൻ വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല എന്നുള്ളതാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എന്നാൽ എനിക്ക് മാർക്കറ്റിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കില്ല. നിങ്ങളുടെ മുന്നിൽ ഇരുന്നത് മാർക്കറ്റ് കമൻട്രി തരണം എന്നുള്ളതുകൊണ്ട് ഇത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഞാൻ ഈ മാർക്കറ്റിലെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേറെ വല്ല കാര്യങ്ങളും വീഡിയോയും ഒരു സിനിമയെ കണ്ട് സമയം കളയും. ഇതിൽ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഇതിൽ വച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അനാവശ്യമായിട്ടുള്ള ഡിസിഷൻസ് നമുക്ക് കൊണ്ടുവരും. ട്രംപിൻ്റെ ഗെയിം തിയറി നമ്മളിൽ അപ്ലൈ ചെയ്യാൻ നമ്മൾ നിന്നു കൊടുക്കരുത് എന്ന് മാത്രം. യെസ്, ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് കൂടി പോകാം. അതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും ഹാർനസ് ഫിൻ ചീഫ് സ്ട്രാറ്റജിസ്റ്റുമായിട്ടുള്ള അനീഷ് ചന്ദ്രൻ സാറാണ്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഏതായാലും മാർക്കറ്റ് ഇന്ന് ആരംഭിച്ചപ്പോൾ തന്നെ ധാരാളം കൺസേൺസ് നമുക്കുണ്ടായിരുന്നു. എസ്പെഷ്യലി ട്രേഡ് താരിഫ് തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിഫ്റ്റി 50 ഇന്നൊരു മന്ത്ലി എക്സ്പയറി ദിനത്തിൽ നിലവിൽ 179 പോയിന്റ്സിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. നിലവിലത്തെ ഈ ഒരു കണ്ടീഷനിൽ മാർക്കറ്റിൻ്റെ ഒരു അണ്ടർടോൺ നെഗറ്റീവ് തന്നെ ആയിട്ടാണ് തുടരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇടിവ് തുടർന്നാൽ ഏത് ലെവൽ വരെ പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്? യെസ്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കൊടുത്ത അപ്ഡേഷൻസിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഇൻട്രാഡേ ഒരു റിക്കവറി ഒക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് അത് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ ഓരോ ദിവസത്തെയും ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഒരു ദിവസവും 2 ദിവസവും മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ ട്രെൻഡുകളായിട്ടാണ് മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഇമോഷണൽസ് ആണ് പ്ലേ ചെയ്യുന്നത്. എല്ലാവരുടെയും ഇമോഷൻസ് അത് ഇന്റലിജൻസ് ആയിട്ട് മാർക്കറ്റ് ഇന്റലിജൻസ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും വരുന്ന അപ്ഡേഷൻസ് അനുസരിച്ചിട്ട് വളരെ ഇമോഷണൽ ആയിട്ടാണ് മാർക്കറ്റ് പ്ലേ ചെയ്യുന്നത്. സോ ഇന്ന് നമുക്ക് ഒരു ടോൺ നെഗറ്റീവ് തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമ്മളെ സപ്പോർട്ട് സോൺ വളരെ സ്ട്രോങ് ആണ്. നമ്മൾ ഈ 24,500 എന്ന് പറയുന്ന സപ്പോർട്ട് സോൺ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നു. ബട്ട് ഇന്ന് കുറച്ച് ഓവർ ആക്ട് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിഫ്റ്റി കുറച്ചുകൂടെ ട്രാക്ക് ചെയ്യുന്നത്. സോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവാണ്. എസ്പെഷ്യലി ഒരു തേഴ്സ്ഡേ ആണ് ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു നെഗറ്റീവ് ട്രെൻഡ് കണ്ടിന്യൂ ഉള്ള സാധ്യതയുണ്ട്. ബട്ട് നമ്മൾ ഒരു ബിയോണ്ട് 24,500 നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ കഴിയില്ല. ബട്ട് അഗെയിൻ ട്രെൻഡ് നാളെയൊക്കെ ചേഞ്ച് ചെയ്യുക. ഇമീഡിയറ്റ്ലി ചിലപ്പോൾ ട്രെൻഡ് ചേഞ്ച് ചെയ്ത് പോസിറ്റീവിലേക്ക് വരാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 24,500 ആണ്. അഗെയിൻ ഇത് ഇന്നും അടുത്ത ദിവസങ്ങളിലൊക്കെ മൂവ്മെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഈ 24,740, 750 ആ ലെവല് ബ്രേക്ക് ചെയ്താൽ നമുക്ക് 25 വരെ പ്രതീക്ഷിക്കാം. ബട്ട് ഇപ്പോഴത്തെ സ്ഥിതിക്ക് നമുക്കൊരു ഷോർട്ട് ടൈം മൂവ്മെന്റ്സിലേക്ക് ആയിരിക്കും മാർക്കറ്റ് കൊണ്ടുചെന്ന് നിൽക്കുക എന്നാണ് തോന്നുന്നത്. അനീഷ് സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ ഒരുപാട് സമ്മർദ്ദമുണ്ട്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 500-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഇൻഡെക്സ് വൈസ് പരിശോധിക്കുന്ന സമയത്ത് ഇന്നിപ്പോൾ ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്ന ഇൻഡെക്സുകളിൽ തീർച്ചയായിട്ടും PSU ബാങ്ക് ഇൻഡെക്സും പ്രൈവറ്റ് ബാങ്കും ഉണ്ട്. അതിൽ PSU ബാങ്ക് ഇൻഡെക്സ് 1.5% ഇടിവിലേക്ക് കടന്നിരിക്കുകയാണ്. PSU ബാങ്ക് ഇൻഡെക്സിൽ സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? നമ്മളോട് നേരത്തെ സംസാരിച്ച സുരേഷ് സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഈ റുപ്പിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഇൻഡെക്സുകൾ നമ്മളെ ഓവർ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 550 പോയിന്റ് നേരത്തെ ഇന്നലെ പറഞ്ഞതിന് ശേഷം 56ന്റെ ബ്രേക്ക് ചെയ്ത് 55ലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് നല്ലൊരു ഡ്രോപ്പാണ് വന്നിരിക്കുന്നത്. 560 പോയിന്റ്സിന്റെ ഡ്രോപ്പ് ഉണ്ട്. അതേപോലെ തന്നെയാണ് PSU. ഞാൻ 2 ഇൻഡെക്സുകൾ ഉണ്ടെങ്കിൽ പോലും നമുക്കതിനെ ഒന്നായി തന്നെ കാണാം. കാരണം ഇന്ത്യൻ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പ്രൈവറ്റ് സെക്ടർ ബാങ്കിനാണ്. അപ്പൊ അതായിരിക്കും അതിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. ഇതിന്റെ ബേസിക് കാരണം നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചത് തന്നെയാണ്. റുപ്പിയിൽ വരുന്ന വേരിയേഷൻസിനെയാണ് ഇത് പ്രൊജക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇൻഡെക്സ് ഇങ്ങനെ ഓവർ ആക്ട് ചെയ്യാനുള്ള കാരണം. പക്ഷേ ഇത് തീർച്ചയായും നമുക്ക്
ഇനി റിവേഴ്സ് ആയിട്ടുള്ള ന്യൂസാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ ഓവർ ആക്ടിങ് ആയിരിക്കും അപ്പർ സൈഡിലേക്ക്. അപ്പോൾ ഞാൻ വലിയ മൂവ്മെന്റ്സ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. 55,000 ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതേപോലെ PSU ബാങ്ക് ഇൻഡെക്സിലും ഇതേ ലെവലിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻഡെക്സ് കുറച്ചുകൂടെ ഡൗൺ പോകാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നിപ്പോൾ ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ചോദിക്കാനുള്ളത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഭേദപ്പെട്ട റിസൾട്ടുകളായിരുന്നു, പക്ഷേ അതിന് പിന്നാലെയുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നമുക്കിന്ന് കാണുന്നത്. 0.5% ഒരു ഇടിവ്, മാർക്കറ്റിൻ്റെ ഈ ഒരു ഇടിവിൽ നമുക്ക് മഹീന്ദ്രയിലും കാണുന്നുണ്ട്. എസ്പെഷ്യലി ഓട്ടോ മേഖലയിലെ മുഴുവൻ സ്റ്റോക്കുകളിലും ഇടിവുണ്ട്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലുള്ള നിലവിലത്തെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ക്രൂഷ്യലായ ലെവൽസിലാണ് ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത്. 3,300 ഒരു അപ്പർ ട്രെൻഡ് സൈക്കിളാണ് ഇപ്പോൾ ഉള്ളതിൽ. അപ്പം നമ്മളത് അവിടെ ക്രൂഷ്യലായിട്ട് തന്നെ വാച്ച് ചെയ്യണം. കാരണം ഇതൊരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ലെവൽസിലാണ് പോകുന്നത്. കാരണം ഇത് കുറച്ച് സമയങ്ങളായി, 1, 2 അല്ല 3 പ്രാവശ്യമായിട്ട് ട്രിപ്പിൾ ടോപ്പിൽ വന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് അടുത്താണ് അത് നിൽക്കുന്നത്. അതുകൊണ്ട് അതിന് ആക്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് സമയം എടുക്കും. അതേപോലെ തന്നെ ഇത് ട്രെൻഡ് ഔട്ട് ബാക്കപ്പ് ചെയ്ത് പോകാനാണ്, മുകളിലോട്ട് പോകാനാണെങ്കിൽ അതൊരു ഫുൾ ബാക്ക് വന്നിട്ട് തീർച്ചയായിട്ടും തിരിച്ചു കയറാനായിരിക്കും സാധ്യത. എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ബട്ട് ഈ ഓട്ടോ സെക്ടറിൽ നല്ലതുപോലെ പെർഫോം ചെയ്യുന്ന ഒരു കമ്പനി ആയിരുന്നു. അത് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഒരു ഷോർട്ട് ടൈം നേച്ചറായിട്ട് മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. 3,000 എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടാണ്. അപ്പൊ അവിടെ നിന്ന് അത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 3,300 എബോ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യത നമ്മളിൽ കാണുന്നുണ്ട്. ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ഇന്ന് ക്യാംസിന്റെ ഓഹരികൾ, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസിന്റെ ഓഹരികൾ 3.5% കൂടുതൽ ഇടിവിലേക്ക് പോയിരിക്കുകയാണ്. ക്യാംസിന്റെ റവന്യൂ ഇടിവാണ്. എബിഡയിലും 3.14% ഇടിവാണ്. എബിഡ മാർജിൻ 116 ബേസിസ് പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ സ്ട്രീറ്റ് എസ്റ്റിമേറ്റുകൾക്ക് ഒത്തുയരാനായിട്ട് ക്യാംസിന് സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഈ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ക്യാംസിനെ സംബന്ധിച്ചിടത്തോളം സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന്റെ ഒരു കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചാർട്ട് അല്ലെങ്കിൽ ബാക്കിലോട്ടുള്ള ഒരു ചാർട്ട് നോക്കുക. കാരണം ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നല്ലൊരു ഡ്രോപ്പാണ് അതിന് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് അത് കരകയറാനായിട്ട് കുറച്ച് ശ്രമിച്ചു. എഗെയിൻ അത് ഫെയിലിയർ ആയിട്ട് താഴോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പൊ അതൊരു ക്രൂഷ്യലായ പോയിന്റ്സ് ആണ്. അപ്പൊ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ പറ്റുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ 4,300 അതേപോലെ തന്നെ 3,500 ഈ 2 ലെവലുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് ലെവലിൽ നിന്നാണ് ബ്രേക്ക് ചെയ്യുന്നത്, ബ്രേക്ക് അപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ നിലയിൽ 3,500 ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുക. തിരിച്ച് ബ്രേക്ക് ചെയ്യാതെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അപ്പർ സൈഡ് പോസിബിലിറ്റി ഉണ്ട്. ഇല്ല, ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വോളിയം ഇപ്പോൾ വളരെ കുറവാണ്. ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഡൗൺഫോൾ വരാനുള്ള സാധ്യതയുണ്ട്. പഴയ മാർച്ചിൽ ഏപ്രിലൊക്കെ വന്ന ലെവലിലേക്ക് അതിനെ വീണ്ടും ട്രാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ക്രൂഷ്യൽ പോയിന്റ് ആയിട്ടൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും നമുക്ക് ഇപ്പോഴത്തെ സ്ഥിതിയിൽ നല്ലത്. ഇന്ന് ഇന്റർഗ്ലോബ് ഏവിയേഷൻ അഥവാ ഇൻഡിഗോയുടെ സ്റ്റോക്കിലേക്ക് വന്നാൽ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് ആണ് കാണുന്നത്. ഇൻഡിഗോയുടെ ക്വാർട്ടർലി നമ്പേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ ഇടിവായിരുന്നു. റവന്യൂ 4.72% ഒരു മുന്നേറ്റം പ്രകടമാക്കിയിട്ടുണ്ട്. ധാരാളം ഹെഡ്വിൻസ് ഉണ്ടായിരുന്ന ഒരു സീസൺ കൂടിയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ക്വാർട്ടർ ആയിരുന്നു കഴിഞ്ഞു പോയത്. പക്ഷേ ഇന്ന് സ്റ്റോക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു പോസിറ്റീവ് നോട്ടിലുള്ള ട്രേഡിംഗ് നമുക്ക് ഇൻഡിഗോയിൽ വിസിബിൾ ആകുന്നുണ്ട്. ഇൻഡിഗോയെ സംബന്ധിച്ചിടത്തോളം ഇനി നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഇൻഡിഗോയില് നമ്മളിപ്പോ ട്രെൻഡ് റിവേഴ്സൽ ഒന്നും തന്നെ കാണാറായിട്ടില്ല. ആ പോസിറ്റീവ് ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റിസൾട്ടുകളും മറ്റുള്ളതൊക്കെ വന്നതിന് ശേഷം സ്റ്റിൽ അത് മുകളിലോട്ട് പോകാനുള്ള ട്രെൻഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ലെവലിൽ കാണുന്നത്. നമ്മൾ എന്നാലും ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 5,550 എന്ന ലെവലിൽ ഒരു സപ്പോർട്ട് സോൺ ഉണ്ട്. അത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ് വെച്ചിട്ട് അത് വാച്ച് ചെയ്യുക. മുകളിലോട്ട് പോകാനാണ് ഇപ്പോൾ സാധ്യത. നമുക്കത് പോസിറ്റീവ് ട്രെൻഡാണ്. വിത്ത് 6,000 എബോ ഒരു ടാർഗറ്റ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്.
ഇപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഒരു ടോപ്പ് ഗെയിനർ ലിസ്റ്റ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ജിയോ ഫിനാൻസ് ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് കാഴ്ചവെക്കുന്നുണ്ട്. 2.5% ഒരു മൂവ്മെന്റ് ആണ് ജിയോ ഫിനിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജിയോ ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം കമ്പനിയുടെ ഒരു അപ്ഡേറ്റ് വരുന്നത് മുകേഷ് അംബാനി അതോടൊപ്പം തന്നെ അത് ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർമാർ 16,000 കോടി രൂപ ഇൻഫ്യൂസ് ചെയ്യും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അറിയിച്ചിരിക്കുന്നു. സോ അത് പോസിറ്റീവായിട്ട് മാർക്കറ്റ് ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. തുടർച്ചയായിട്ട് ജിയോ ഫിനിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ കോൺസിക്യൂട്ടീവ് സെഷനുകളിൽ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ജിയോ ഫിനെ സംബന്ധിച്ചിടത്തോളം അണ്ടർടോൺ ബുള്ളിഷ് ആയിട്ട് തന്നെയാണോ തുടരുന്നത്? തീർച്ചയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് പാറ്റേൺ ആണ് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ടെക്നിക്കൽ ടൈംസിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിലയിൽ 360 എന്ന് പറയുന്ന ലെവലിലേക്കാണ് പോകാനുള്ള സാധ്യത ഇമ്മീഡിയറ്റ് ഉള്ളതാണ്. ബട്ട് അതിന് മുകളിൽ പോകാനുള്ള ഒരു സാധ്യതയും ചാർട്ടിന്റെ പാറ്റേൺസും അതാണ് സൂചിപ്പിക്കുന്നത്. ഒരു റിവേഴ്സൽ പാറ്റേൺ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. വളരെ സ്ട്രോങ് പോസിറ്റീവ്നെസ് ഉണ്ടാകും. ഇതിനുശേഷം ന്യൂസിനൊക്കെ ശേഷമാണെന്ന് തോന്നുന്നു വോളിയത്തിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. വലിയ വലിയ ഇമ്പൾസീവ് ആണ് വരുന്നത്. അതായത് പോസിറ്റീവ് ട്രെൻഡ് എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യുന്ന നിലയിലേക്കാണ് വരുന്നത്. ഇമ്മീഡിയറ്റ് ഉള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഇമ്മീഡിയറ്റ് ഉണ്ട്. അത് 340 ആണ്. ആ 340 ബ്രേക്ക് ചെയ്താലും 360ലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ബട്ട് അതിന് 360 അപ്പോൾ പോകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഇമ്മീഡിയറ്റ് ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയാൻ 300 ലെവൽ വെച്ചിട്ട് അത് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ഡൗൺ ട്രെൻഡ് വരിക അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ വീണ്ടും റീ എൻറ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ സ്റ്റോക്സിൽ തന്നെ ഉണ്ട്. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ട്രെൻഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ക്വാർട്ടർലി നമ്പേഴ്സിന് ശേഷം ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് നവീൻ ഫ്ലൂറൈൻ ആണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു ഓൾ ടൈം ഹൈയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ 3.5% കൂടുതൽ നേട്ടം ഈ സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നുണ്ട്. ഫൈനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാ ആസ്പെക്ട്സിലും വളരെ ഒരു മുന്നേറ്റം ഈ ഒരു ക്വാർട്ടറിൽ കമ്പനിക്ക് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നവീൻ ഫ്ലൂറൈനെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈ ലെവൽസിൽ നമ്മൾ വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് പ്രധാനമായിട്ടും ഏതൊക്കെയായിരിക്കണം? ഇതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. ട്രെൻഡ് റിവേഴ്സിലോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ല. കഴിഞ്ഞ ഒരു വർഷങ്ങളായിട്ട് ഇത് കണ്ടിന്യൂസ് പോസിറ്റീവ് ട്രെൻഡിലേക്ക് പോകുന്നു. ബട്ട് ഇപ്പോഴൊക്കെ അതിന് ശ്രദ്ധിക്കാനുള്ള കാരണം അതിന്റെ വോളിയത്തിൽ കുറവ് വരുന്നുണ്ട് എന്നതാണ്. അപ്പോൾ നമ്മളത് ഒരു കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. ബട്ട് ഞാനിതിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് കാണുന്നത്. അത് പോസിറ്റീവായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള ലെവലിൽ 5600 ലെവലിലേക്കാണ് പോകാനുള്ള സാധ്യതയുണ്ടത്. ബട്ട് ഒരു കോഷ്യസ് ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക വിത്ത് പോസിറ്റീവ് വ്യൂ. അതാണ് ഇപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ചൊരു അപ്ഡേഷൻസ് എന്ന് പറയാനായിട്ട് കഴിയുന്നത്. വോളിയത്തിൽ കുറവ് വരുന്നത് കൊണ്ട് മാത്രമുള്ള ഒരു കോഷ്യസ് ആണ്, അല്ലാതെ വേറെ ട്രെൻഡ് റിവേഴ്സിലോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗൺഫോൾ വരികയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ഒരു ഫോൾ എന്ന് പറഞ്ഞ് 5000 വരെയൊക്കെ വരികയാണെങ്കിൽ റീ എൻട്രി ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കും നല്ലത്. താങ്ക് യു സോ മച്ച് അനീഷ് സാർ. അനീഷ് സാറാണ് ഇത്രയും സമയം നമുക്ക് ഒരുപാട് സ്റ്റോക്കുകളുടെയും അതോടൊപ്പം തന്നെ മറ്റ് മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ഔട്ട്ലുക്കും നൽകിയത്. സുരജ് സാർ, നമ്മുടെ ഈ ഒരു ഷോ വൈൻഡപ്പ് ചെയ്യാൻ ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. ഏതായാലും നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. അതിനുമുമ്പ് ജാസ്മിൻ, എനിക്ക് ഇപ്പോൾ കേദാർ പ്രഭുവിന്റെ ഒരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ റിസൾട്ട് വന്നു. സ്റ്റോക്ക് ഏതാണ്ട് നിയർലി 4% അപ്പാണ്. തീർച്ചയായിട്ടും നല്ല റിസൾട്ടാണ് കൊണ്ടുവന്നത് എന്നുള്ളത് വളരെ എൻകറേജിംഗ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു കോർ എക്കണോമി, അതായത് ഒരു കൺസംഷൻ സ്റ്റോക്കാണ്, ബെഹമത്താണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ആൾക്കാരുടെ ബൈയിങ് ബിഹേവിയറും കൺസംഷനും എങ്ങനെ റിഫ്ലക്ട് ചെയ്യും. അത് മാത്രമല്ല നമ്മൾ എപ്പോഴും പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും 12 ലക്ഷം രൂപ വരെയുള്ള ഇൻകം ടാക്സ് കട്ടും ശരിക്കും പറഞ്ഞാൽ കൺസംഷനാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. ഇതുവരെ കൺസംഷൻ സ്റ്റോക്സിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പുള്ളു വന്നില്ല എന്നുള്ളതാണ്. അത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ കൂടി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സ്പോട്ട്ലൈറ്റിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റോക്ക് ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിന്റ്സ് ആണ്. ഞാൻ എപ്പോഴും പറയും, വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ കമ്പനീസ് ഇൻ ഇന്ത്യ. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ബേസിസിലേ അല്ല, ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ. അതായത് ഈ പണ്ട് 1940 ശരിക്കും പറഞ്ഞ ഇന്ത്യൻ മാർക്കറ്റിൽ പെയിന്റ് കമ്പനികൾ എന്ന് പറയുന്നത് ഫോറിൻ കുറച്ച് പെയിന്റ് കമ്പനികളും, അന്ന് ബ്രിട്ടീഷ് റൂളാണെന്ന് ആലോചിക്കുക, ഫോറിൻ പെയിന്റ് കമ്പനികളും പിന്നെ ഒരു ഓൾഡർ ബ്രാൻഡ് ആയിട്ടുള്ള ഷാലിമാർ പെയിന്റ്സും ആയിരുന്നു. ഓക്കെ, അപ്പോൾ വേൾഡ് വാറിന്റെ സമയത്ത് അന്നത്തെ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുന്ന, അതായത് ബ്രിട്ടന്റെ കീഴിലായിരുന്നു എന്നുള്ളതാണ്. അന്നത്തെ ഗവൺമെന്റ് ഇമ്പോർട്ട് ഓഫ് ഫോറിൻ പെയിന്റ്സ് റെസ്ട്രിക്ട് ചെയ്തു. ആ റെസ്ട്രിക്ട് ചെയ്ത സമയത്ത് ഒരു 1942 4 ഫ്രണ്ട്സ് കൂടി തുടങ്ങിയ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സിൻ്റെ തുടക്കം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനി ഒരു വലിയൊരു ബെഹമത്തിനെ ക്രിയേറ്റ് ചെയ്യണത് എന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് കമ്പനിയായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യം. അവർ മാത്രമല്ല, ഇവർ ഭയങ്കരമായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. മാർക്കറ്റ് സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ പെയിന്റ് 2 തരം കാറ്റഗറി ഉണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റ്, ഒന്ന് കൺസ്യൂമർ സെഗ്മെന്റ്. അവരെന്ത് ചെയ്തു, ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിനെക്കാളും കൺസ്യൂമർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ലാർജർ പോപ്പുലേഷനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് എന്ന് അവർ 1942
1940-കളിലെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ദേ കണ്ടിന്യൂസ് ടു ബി റൈറ്റ് ഇന്നും എന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെയാണ് അവർ വന്നത്. അവരെവിടെയാണ് അവർ ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിച്ചതെന്നറിയോ? നമ്മൾ ഈ പറയുന്ന പോലെ ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ബുൾസിൻ്റെ ഹോണിൽ പെയിന്റ് അടിക്കുന്ന ഒരു സ്വഭാവം, അവിടെ പല കളർ, പച്ച, മഞ്ഞ, നീല, അതുമല്ല കൂട്ടം തെറ്റാതിരിക്കാനും ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യയിലൊക്കെ ഈ ഓസ്പീഷ്യസ് ഡേ വരുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വരാന്ത പെയിന്റ് അടിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. ഇങ്ങനത്തെയൊക്കെ ഒരു കൾച്ചറിൽ കയറി പിടിച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സ് 40-കളിൽ നിന്ന് 1940 മുതൽ തന്നെ അവർ ആ കൺസ്യൂമർ പെയിൻറ്റ് ഡിവിഷൻ അവർ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നതെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അവർ ആ കൺസ്യൂമർ സെഗ്മെൻറ്റിൽ ഇറങ്ങി 1952 ആയപ്പോഴത്തേക്കും അന്ന് 23 കോടി റവന്യൂ ഉണ്ടാക്കിയ ഒരു കമ്പനി ആയിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്തുള്ള രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സാധാരണ 2 ടൈപ്പ് പെയിൻ്റാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ബേസിക് ഡ്രൈഡ് ഡിസ്റ്റംബർ. ഈ ബേസിക് ഡ്രൈഡ് ഡിസ്റ്റംബറിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ വളരെ ചീപ്പാണത് ഉപയോഗിക്കാൻ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ മതിലിൽ ചാരിയുന്നത് നമ്മുടെ ദേഹത്തൊക്കെ ആവും, ഒരു വല്ലാത്ത സ്മെല്ലുണ്ട് അതിനകത്ത്. അത് മാത്രമല്ല അത് പീൽ ഓഫ് ചെയ്ത് പോകും, ഇളകിപ്പോവും. ഇതൊക്കെയാണ് കാര്യം. ഒരു ചീപ്പ് ടൈപ്പ് പെയിൻ്റ് ആയിട്ടാണ് അന്ന് അറിയപ്പെടുന്നത്. എന്നാൽ മറ്റൊരു വശത്തുണ്ടായിരുന്നത് ഈ പ്ലാസ്റ്റിക് എമൽഷനാണ്. ഈ പ്ലാസ്റ്റിക് എമൽഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റംബറിനെക്കാട്ടിലും 5 ടൈംസ് കോസ്റ്റ്ലി ആയിരുന്നു. പക്ഷേ പ്ലാസ്റ്റിക് എമൽഷൻ അടിച്ചു കഴിഞ്ഞാൽ ഇത്രയും മണമില്ല, പീൽ ഓഫ് ചെയ്ത് പോകില്ല, നമ്മുടെ ദേഹത്താവില്ല എന്നുള്ള. ഏഷ്യൻ പെയിൻറ്റ്സ് അവരുടേതായ ബുദ്ധി ഉപയോഗിച്ച് അവർ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കാര്യം ഈ ഡിസ്റ്റംബറിൻ്റെ ഇടയ്ക്കും പ്ലാസ്റ്റിക് എമൽഷൻ്റെ ഇടയ്ക്കൊരു പ്രോഡക്റ്റ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ അവർ ചെയ്ത കാര്യം ട്രാക്ടർ ഡിസ്റ്റംബർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണ് അവർ ഇറക്കിയത്. അവർ ഏതാണ്ട് ഈ 2 പ്രോഡക്റ്റിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു വിലയിലും ക്വാളിറ്റിയിലും കൊണ്ടുവന്ന് അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു ഗ്രോത്ത് ഭയങ്കരമായിട്ട് വന്നു എന്നുള്ള. സാധാരണ അവരുടെ ആ അഡ്വർടൈസ്മെൻറ്റ് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതായത് ഡോണ്ട് ലൂസ് ടെമ്പർ, യൂസ് ട്രാക്ടർ ഡിസ്റ്റംബർ എന്നുള്ള രീതിയിലായിരുന്നു അന്ന് വന്നതെന്നുള്ള. 1952 ആയപ്പോഴത്തേക്ക് ഇവർ നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആയി എന്നുള്ള. ബട്ട് 1952 തൊട്ട് പിന്നെയുള്ള ഒരു നെക്സ്റ്റ് 10 കൊല്ലം ഇവരുടെ റവന്യൂ ഏതാണ്ട് 21% CAGR ഗ്രോ ചെയ്തിരുന്നത്. അത് മാത്രമല്ല മാർജിൻ എക്സ്പാൻഷൻ 2% മാത്രം ഇബിറ്റ മാർജിൻ ഉണ്ടായിരുന്ന കമ്പനി അവിടുന്ന് 13% വരെ 1962 പോയി. അപ്പോൾ അവരുടെ ഒരു നല്ലൊരു പീരീഡ് ആയിരുന്നു 1952 to 1962. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഗ്രോത്ത് വന്നതെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ 1967 ആയപ്പോഴത്തേക്കും വൺ ഓഫ് ദ ലാർജസ്റ്റ് പെയിൻറ്റ് കമ്പനിയായി അവർ മാറി എന്നുള്ള. പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം പഴയ അവരുടെ അഡ്വർടൈസ്മെൻറ്റ് തന്നെ ഈ RK ലക്ഷ്മണൻ്റെ ഗാട്ടു എന്ന് പറഞ്ഞിങ്ങനെ പെയിൻ്റ് അടിക്കുന്ന ഒരു പയ്യൻ്റെ ഇതായിരുന്നു. അതൊക്കെ വളരെ ഹിറ്റായിരുന്നു. അതൊരു കോൺടെസ്റ്റിൽ കൂടെയാണ് അവർ തിരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞ് അതിനെക്കുറിച്ച് കഥകളൊക്കെ തന്നെ ഉണ്ട്. ഈ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഗ്രോത്ത് അവരുടെ ബിസിനസ്സിൽ മാത്രമല്ല അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയുടെയും വലിയൊരു പാഠം തന്നെയാണ് ഏഷ്യൻ പെയിൻറ്റ്സും പിഡിലൈറ്റ് എന്ന് പറയുന്ന കമ്പനിയൊക്കെ. അതായത് വോഡാഫോൺ, പിഡിലൈറ്റ്, ഏഷ്യൻ പെയിൻറ്റ്സ് ഒക്കെ ഇന്ത്യൻ അഡ്വർടൈസ്മെൻറ്റ് വെർട്ടിക്കലിൽ തന്നെ മാസീവായിട്ടുള്ള ഒരു ചേഞ്ച് വന്ന സാധനം തന്നെ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ സക്സസ് സ്റ്റോറി എന്താണെന്നറിയോ? ഈ പ്രോഡക്റ്റ് ഇന്നോവേഷൻ നടക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് നല്ല സ്മാർട്ടാക്കി എടുക്കുക. പണ്ട് പെയിൻറ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പെയിൻറ്റിൻ്റെ റോ മെറ്റീരിയൽ എന്താ, ക്രൂഡിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ഈ ക്രൂഡിൻ്റെ ഡെറിവേറ്റീവ്സ് മേടിക്കാൻ കമ്പനികൾക്ക് ഭയങ്കരമായിട്ട് കാശ് വേണം. പക്ഷേ നമ്മളിത് ഡീലേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പെയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 180 ദിവസം കഴിഞ്ഞ് നമുക്ക് റിസീവബിൾ കിട്ടുള്ളൂ. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പെയിൻറ്റ് കമ്പനീസ് വളരെ ലോ ഓപ്പറേറ്റിംഗ് മാർജിനും നല്ല രീതിയിലുള്ള ക്യാപെക്സും വേണം. കാര്യം പുതിയ ഓയിലിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചാണല്ലോ നമ്മൾ ഈ റോ മെറ്റീരിയൽ മേടിക്കുന്നത്. അപ്പം അങ്ങനെ നിന്നിരുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട് ഇവർ ആ ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ചെയിനിൽ വലിയൊരു മാറ്റമാണ് ഇവർ കൊണ്ടുവന്നത്. ഇവരെന്താ ചെയ്തതെന്നറിയോ? ഇവർ ഡീലേഴ്സിനടുത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനടുത്തും പെയിൻറ്റ് സെല്ല് ചെയ്യുന്നവരടുത്തൊക്കെ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ അഡ്വാൻസ് കാശ് തരണമെങ്കിൽ ഞങ്ങൾ ഇത്രയും ഡിസ്കൗണ്ട് തരും, 1 മാസം കൊണ്ട് തരണമെങ്കിൽ ഇത്രയും ഡിസ്കൗണ്ട് തരും. അതായത് 180 ദിവസം എന്നുള്ളത് അവർ കംപ്രസ് ചെയ്ത് കുറച്ച് ഈ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ സെറ്റപ്പ് തന്നെ മാറ്റി, സപ്ലൈ ചെയിനൊക്കെ മാറ്റി. ഏതാണ്ട് 1967-70 കൂടി തന്നെ ഈ ഇടയിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ മാറ്റി കമ്പനി നേരിട്ട് ഡീലേഴ്സിന് ഡയറക്റ്റായിട്ട്, ഈ ഹോൾസെയിൽ ഡിസ്ട്രിബ്യൂട്ടറിനൊക്കെ മാറ്റി കമ്പനി നേരിട്ട് ഡീലേഴ്സിന് ഡയറക്റ്റ് സെല്ല് ചെയ്ത് സപ്ലൈ ചെയിൻ എഫിഷ്യൻ്റ് ആക്കി 7000 ഡീലേഴ്സിനെ ഇന്ത്യ ഒട്ടുക്കെ അവർ ഉണ്ടാക്കി എന്നുള്ള. ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും പെയിൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്നോവേഷനുമാണ് ഇവരെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് പോയെന്നുള്ള. അത് മാത്രമല്ല രസകരമായിട്ടുള്ള ഒരു കാര്യം എന്തെന്നറിയോ? ശരിക്കും പറഞ്ഞാൽ ഇവർ 1970 തന്നെ ഇവരന്ന് കമ്പ്യൂട്ടർ മേടിച്ച് മെയിൻ ഫ്രെയിം യൂസ് ചെയ്തിരുന്നു എന്നുള്ള. മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് മാർക്കറ്റ് ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. സപ്ലൈ ചെയിനെയും സപ്ലയേഴ്സിനെയും ഈ പറയുന്ന പോലെ പെയിൻറ്റ് സെല്ല് ചെയ്യുന്നവരെയൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പ്ലാനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതായത് 1970 എന്ന് പറയുമ്പോൾ അതിന് 10 കൊല്ലം കഴിഞ്ഞാണ് ISRO ഫസ്റ്റ് കമ്പ്യൂട്ടർ മേടിക്കുന്നത്. IIT പവായി മേടിക്കുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ട്.
അപ്പോൾ ഈ രണ്ട് ലാർജർ ഇൻസ്റ്റിറ്റ്യൂഷൻ IIT പൊവായും ISRO മേടിക്കുന്നതിന് 10 കൊല്ലം മുമ്പേ ഏഷ്യൻ പെയിൻറ്റ്സ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരുടെ സപ്ലൈ ചെയിനും അവരുടെ ഫോർകാസ്റ്റിങ്ങും സെയിൽസും മാനേജ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് വരെ ചെയ്തിരുന്നു എന്നുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അവർ കൊണ്ടുവന്ന വലിയൊരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡീലേഴ്സ് എല്ലാ പെയിൻറ്റിൻ്റെ ഷെയ്ഡും മേടിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഒരുപാട് സ്പേസ് വേണം. അങ്ങനെയാണ് ഇവർ ടിൻറ്റിങ് മെഷീൻ വന്നത്. ടിൻറ്റിങ് മെഷീൻ കൊണ്ടുവന്നിട്ട് ബേസിക് ആയിട്ടുള്ളൊരു വൈറ്റ് കളറിലേക്ക് ചെറുതായിട്ടൊരു കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അങ്ങനെ തന്നെ മാറും. ഇപ്പോൾ ഒരു സാഫ്രൺ കളർ വേണമെന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് കളർ വേണമെങ്കിൽ റെഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കളർ മാത്രം വെച്ചിട്ട് നമ്മൾ ടിൻറ്റിങ് മെഷീൻ ഉപയോഗിച്ച് അതിൻ്റെ പല ഷെയ്ഡ്സും പല രീതിയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാവുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഭയങ്കര രസകരമായിട്ടുള്ള ഇവരുടെ ടിൻറ്റിങ് മെഷീൻസ് പറഞ്ഞാൽ കൻസായി നെറോലാക്കും ബെർജറും കൂടെ ചേർന്ന് എത്ര ടിൻറ്റിങ് മെഷീൻ ഉണ്ടോ അത്രയും തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ലാർജർ ഗ്രോത്ത് ആണ് ഏഷ്യൻ പെയിൻറ്റ്സ് ഉണ്ടായിരുന്നതെന്ന് പറയാം. അതായത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമ്പനീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നാണ്. അതായത് ഈ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ പ്രത്യേകത എന്നല്ല എവറി 3 years ബിസിനസ് ഡബിൾ ചെയ്യും. അങ്ങനെ രീതിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സാണ്. 2000 നിങ്ങൾ 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 2023 ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ 1,87,000,000 രൂപയായതിനുള്ള അത്രയ്ക്ക് മാത്രം ഗ്രോത്താണ് ഏഷ്യൻ പെയിൻറ്റ്സ് തന്നതെന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് കഴിഞ്ഞ് 2020 മുതൽ ശരിക്കും പറഞ്ഞാൽ ഇതിന് ചെറിയൊരു ഡിം വന്നു എന്നുള്ള 2020 ഡിസംബറിൽ 2,400 രൂപയ്ക്കാണ് ട്രേഡ് ചെയ്യണത്. ഇന്നും ആ വിലയ്ക്ക് തന്നെയാണ് ട്രേഡ് ചെയ്യണമെന്നുള്ള. മാർക്കറ്റ് ക്യാപ്പ് 2,31,661. വേറെ ഒന്നുമല്ല, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ അതിലേക്ക് വന്നു. ആദിത്യ ബിർള, ഗ്രാസിമി കൂടി ബിർള ഓപ്പസ് വന്നു. JSW സിമെന്റ് ആയിട്ട് വന്നത് കാരണം ഇവരുടെ മാർക്കറ്റ് ഷെയർ നന്നായിട്ട് കുറഞ്ഞു എന്നുള്ള. ഇവിടുന്ന് ഈ കമ്പനി എങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്ത് വരും, അതായിരിക്കും ഇന്ത്യയുടെ ഗ്രോത്ത് സ്റ്റോറി ഇനി അങ്ങോട്ട് എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കൺസോൾഡേറ്റ് ചെയ്ത് നമ്മൾ 2 ആഴ്ച മുമ്പേ പറഞ്ഞിരുന്നു സ്റ്റോക്ക് അവിടുന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ഒരു റിവേഴ്സൽ എടുത്തു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അത് പെർഫോം ചെയ്യണമെന്ന് നോക്കാം. ഓൾഡ് എക്കണോമി സ്റ്റോക്കുകളായ ഏഷ്യൻ പെയിൻറ്റ്സ് ഇതാ ഇന്ന് ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ റിസൾട്ടും വന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്പോട്ട് ലൈറ്റിലേക്ക് ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സ് കൊണ്ടുവന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു അഡ്വൈസ് അല്ല, സോളിസിറ്റേഷനും അല്ല, ഒരു അക്കാഡമിക് പർപ്പസിനും മാത്രം ഓൾഡ് എക്കണോമിക് സ്റ്റോക്സും ഡൊമസ്റ്റിക് ഓറിയൻറ്റഡ് എക്കണോമി ഇന്ത്യയിലേക്കും നിങ്ങളുടെ കാഴ്ചപ്പാട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്നുള്ള. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരു രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിനെ മാത്രം കണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതും പറഞ്ഞു വയ്ക്കുന്നു. പേഴ്സണലി എനിക്കും ജാസ്മിനും ഈ കമ്പനിയിൽ ഈ പറഞ്ഞ ഒരു കമ്പനിയിലും ഹോൾഡിംഗ് ഇല്ല എന്നുള്ളൊരു ഡിസ്ക്ലോഷർ കൂടെ തരുന്നു. ഓവർ ടു യു ജാസ്മിൻ. യെസ്, ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ആവുന്ന ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ ഒരു ഇടിവ് അതേപടി തുടരുകയാണ്. തീർച്ചയായിട്ടും ഒരു കോഷ്യസ് ആയിട്ട് മാർക്കറ്റിനെ സമീപിക്കുക. ഇവിടെ സംസാരിച്ചിട്ടുള്ള ഒരു സ്റ്റോക്കും ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺഡ്.